മംഗലാപുരങ്കാരെ, ഈ പറയുന്ന 4 കാര്യങ്ങള് ആരെങ്കിലും ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ഭാര്യയിലും ഭർത്താവിലും അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ഒന്നാമതായി പറയുന്നതെന്താ? ആത്മാർത്ഥമായി സ്നേഹിക്കണം ചെറുപ്പക്കാരാ. ഭാര്യയെ ഭർത്താവുണ്ടല്ലോ, ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതാ. ഭർത്താവുണ്ടല്ലോ, ഭാര്യ എന്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതാ. നാദാ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകന്റെ കുടുംബജീവിതം എങ്ങനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബജീവിതം എങ്ങനാ? നിറഞ്ഞിരിക്കുന്നവരെ, ഒരു സിനിമാ നടന്മാര് നമുക്ക് ഗുണപാഠമല്ല, ഒരു രാഷ്ട്രീയക്കാര് നമ്മുടെ ഗുണപാഠമല്ല. നമ്മുടെ നേതാവാരാ? നമ്മുടെ അഭയമാരാ? നമ്മുടെ സ്നേഹമാരാ? റോൾ മോഡലാരാ? ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറയാതെ മദീനയുടെ നായകനെ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് വേണോ? നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വേണോ? ആദരവാകുന്ന പ്രവാചകനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷം വേണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, 4 കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആരാണോ കൊണ്ടുവരുന്നത് അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യം ചെയ്യൂലേ? ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, നമുക്ക് പ്രശ്നമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴും നരകവും സ്വർഗമൊക്കെ പറയണേ. ഇന്ന് ദാമ്പത്തിക ജീവിതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനാ. പിന്നെ ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, എന്തെന്നറിയോ ഉസ്താദേ, ഒരു 50 വയസ്സ് വരെ ഇല്ല ഉസ്താദേ ഈ ദാമ്പത്തിക ജീവിതം എന്ന് പറയണേ, അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ചില വീട്ടില് ചെല്ലുന്ന സമയത്ത് ഒരു റൂമിലോട്ട് ഇങ്ങനെ കയറും, അല്ലെ? ആ വീട്ടിലെ മാതാപിതാക്കളുടെ റൂമിൽ കയറുമ്പോ മിക്ക വീട്ടിലുള്ളതാ 2 കട്ടിൽ. പ്രായമുള്ള വാപ്പയുടെ ഉമ്മയുടെ മുറിയിൽ എപ്പോഴും എന്തുണ്ടാവും? 2 കട്ടിലുണ്ടാവും. എല്ലാവരുടെയും വിചാരം 50 വയസ്സ് വരെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം ഭാര്യയായിട്ട്. ഒരു 60 വയസ്സായ ഒരു നടുക്കൊരു അകൽച്ച വരും. ഒരു 70 വയസ്സായ എന്റെ പ്രിയപ്പെട്ടവരെ കട്ടിലിന്റെ അപ്പുറം ഇപ്പുറവും. ഒരു 75 വയസ്സായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ 2 കട്ടിലിലാകും. 2 കട്ടിലിലാകും. ഒരു 80 വയസ്സായി കഴിഞ്ഞാൽ പിന്നെന്താണ്? ഭാര്യ റൂമിന്റെ പുറത്തും ഭർത്താവ് റൂമിന്റെ അകത്തും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനല്ല. മരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യയുടെ മടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ തല വെച്ചിട്ട് നമുക്ക് കിടന്നുകൊണ്ട് മരിക്കാൻ കഴിയണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഞാൻ ഏകദേശം ഒരു 5 മാസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലത്ത് വഅദിന് പോയി. ഞാനിങ്ങനെ വഅദിന് പോയി ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞാനിങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ ആ വീട്ടിലെ പ്രായമുള്ള 90 വയസ്സുള്ള വാപ്പയും 72 വയസ്സുള്ള ഒരു സാധുവായ ഉമ്മയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം, പുറത്തിരുന്നിട്ട് സംസാരിക്കാം. സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ ഞാൻ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു, എന്താ വിശേഷം? അൽഹംദുലില്ലാഹ് സുഖമാണ് ഉസ്താദെ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഒരു കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ പൊന്നുമോൻ ഒരു മരുന്നുമായിട്ട് കടന്നു വന്നു, ഒരു ഗുളികയുമായിട്ട് കടന്നു വന്നു. എന്നിട്ട് ഈ പ്രിയപ്പെട്ട പിതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ മരുന്ന് കഴിക്കാൻ സമയമായി, കഴിക്കാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. ഈ വാപ്പ എന്ത് ചെയ്തു? ഈ 3 ഗുളിക എടുത്ത് വായിൽ വെച്ച് ബിസ്മിയും ചൊല്ലി ഇരുന്നു കൊണ്ട് വെള്ളം കുടിച്ചു. വെള്ളം മുഴുവനും കുടിച്ചില്ല. 90 വയസ്സുള്ള വാപ്പ വെള്ളം പകുതി കുടിച്ചിട്ട് എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് ഈ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, ബാക്കി നീ കുടിക്ക്. അപ്പൊ ഈ ഉമ്മ പറയാ, ഉസ്താദ് കാണും, അതൊന്നും കുഴപ്പമില്ല, ഉസ്താദ് ചെറുതല്ലേ, ഉസ്താദ് ഇതൊക്കെ കണ്ട് ശീലമായതായിരിക്കും, ഉസ്താദ് എന്ത് ചെയ്തോളും, അതൊക്കെ ക്ഷമിച്ചോളും, നീ കുടിക്ക്. അപ്പടി ഈ ഉമ്മ ഇങ്ങനെ നാണിച്ച് ഇങ്ങനെ മാറുക. 70-75 വയസ്സുള്ള ഉമ്മ 90 വയസ്സുള്ള പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് മേടിച്ചിട്ട് ഭർത്താവ് മുത്തി കുടിച്ച ആ ഭാഗത്ത് തന്നെ ചുണ്ട് വെച്ചിട്ട് കുടിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യയാണെങ്കിലോ നമ്മൾ കുടിച്ച ചായയുടെ പാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെറ്റോൾ ഇട്ട് കഴുകും ഓള് കുടിക്കണമെങ്കിൽ. അള്ളാഹു ഈമാൻ നൽകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആദരവാകുന്ന പ്രവാചകൻ പറഞ്ഞു, കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യൂലേ? നിങ്ങൾ എന്താ എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെ, എന്തോ നിങ്ങൾ നേരത്തെ പൈസ വാങ്ങിച്ചവരെ നിങ്ങളുടെ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കട്ടെ. 1 ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ
ആത്മാർത്ഥമായി സ്നേഹം വേണ്ടതാ. ഒരു ഭാര്യക്കുണ്ടല്ലോ തന്റെ ഭർത്താവിനോട് ആത്മാർത്ഥമായ സ്നേഹം വേണ്ടതാ, ഇഖ്ലാസോടെയുള്ള സ്നേഹം വേണ്ടതാ. കപട സ്നേഹം കൊണ്ടുവരുന്നവരെ, കപട സ്നേഹം കൊണ്ടുവരുന്നവരെ പാടില്ല, പാടില്ല. ഭാര്യയുമായിട്ട് കിടന്നുറങ്ങുമ്പോ, ഭാര്യതാ കിടന്നുറങ്ങി കഴിയുമ്പോ ഭർത്താവിന്റെ മൊബൈൽ ഫോണിലൂടെ എന്റെ പ്രിയമുള്ളവര് കാമുകിക്ക് മെസ്സേജ് അയക്കുന്നവരെ, ഭാര്യന്റെ പ്രിയമുള്ളവരെ സ്നേഹിക്കാത്തവര്, ഭർത്താവിനോട് കപട സ്നേഹം കാണിക്കുന്നവര്, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പാടില്ല, പാടില്ല. കുടുംബ ജീവിതത്തില് അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരൂല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, പഠിക്കേണ്ടതാ. മദീനയുടെ നായകനാകുന്ന റസൂലുള്ളാഹിയുണ്ടല്ലോ, ആർസൂർ ഗുഹയുടെ അകത്തിന്റെ പ്രിയമുള്ളവരെ ഇരിക്കുമ്പോ ജിബ്രീലതാ കടന്നു വരികയാ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് ജിബ്രീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, ജിബ്രീൽ കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനോട് ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് പറയുകയാ, പാരായണം ചെയ്യണം നബിയേ, ഓതണം നബിയേ, ഓതണം നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഓതാൻ അറിയൂല, പാരായണം ചെയ്യാൻ അറിയൂല, പേടിയാ, വിഷമമാ. റസൂലുള്ളാഹിയുണ്ടല്ലോ സങ്കടപ്പെടുകയാ. ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ജിബ്രീലുണ്ടല്ലോ, പടച്ചവനെ ചിറകുകൾ വിടർത്തുകയാ. എന്നിട്ടതാ റസൂലുള്ളാഹിയെ പടച്ചവനെ വാരിപ്പുണരുകയാ, പടച്ചവനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഓതണം നബിയേ, പാരായണം ചെയ്യണം നബിയേ, അങ്ങൊന്ന് ഓതണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ. റസൂലുള്ളാഹിയുണ്ടല്ലോ പേടിക്കുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് പടച്ചവനെ വീട്ടിലേക്ക് ഓടുകയാ. ഖദീജ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ജമ്മിലൂരി യാ ഖദീജ, ഖദീജ പുതപ്പൊന്ന് എടുത്തു തരണേ, എന്റെ തലയിലൂടെ മൂടണേ, സങ്കടമാ, പേടിയാ, വിറങ്ങലിക്കുന്നു. റസൂലുള്ളാഹിയുടെ ഭാര്യയോട് പറഞ്ഞെന്ന് പറയുമ്പോ റസൂലുള്ളാഹി ഖദീജ ബീവിയെ, റസൂലുള്ളാഹി ഭാര്യമാരെ ആത്മാർത്ഥമായി സ്നേഹിച്ചെന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, നഷ്ടങ്ങൾ വരുമ്പോ, ബിസിനസ്സിൽ തകർച്ച വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരോട് പറയാതിരിക്കല്ല. അവരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലേണ്ടതാ, നിന്റെ ഭാര്യയോട് പറയേണ്ടതാ. സങ്കടമോ ലാഭമില്ലോ, കച്ചവടത്തിന് നഷ്ടമാണെന്ന് നീ നിന്റെ ഭാര്യയോട് പറയുമ്പോ നിന്റെ ഭാര്യ തരുന്ന സ്നേഹമുണ്ടല്ലോ, അത് മനസ്സിനതാ സമാധാനമാ, സന്തോഷമാ, സഹതാപമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ സഹാബത്തിനോട് പറയുകയാ, ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതാ, ഇഖ്ലാസോടെ സ്നേഹിക്കേണ്ടതാ. എന്നാൽ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ, സന്തോഷം നൽകുന്നതാ. ഭാര്യമാരെ അടുക്കളയിൽ എന്റെ പ്രിയമുള്ളവരെ സഹായിക്കണമല്ലോ, അവരുടെ ജോലിയിൽ എന്റെ പ്രിയമുള്ളവരെ സഹായിക്കണമല്ലോ. ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന് കുറ്റം പറയുന്നവരെ, അതിന് കുറ്റം പറയുന്നവരെ, അതിനെ തരം താഴ്ത്തി കാണിക്കുന്നവരെ പാടില്ല, പാടില്ല. അവര് വെച്ചു തരുന്ന ഭക്ഷണത്തിന് പോലും ബറക്കത്തുള്ളതാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് സ്നേഹം നിലനിർത്തണേ അല്ലോ, ബറക്കത്ത് കൊടുക്കണേ അല്ലോ. ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു. സ്നേഹിക്കുകയല്ല, കാപട്യപരമാകുന്ന സ്നേഹം പാടില്ല, ആത്മാർത്ഥപരമാകുന്ന സ്നേഹം, ഇഖ്ലാസോട് കൂടിയുള്ള സ്നേഹം ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ വേണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ?
ഇന്ന് മിക്ക ആളുകൾക്കും ഇല്ലാത്തതാ. അവരുടെ കാര്യങ്ങൾ കഴിയാൻ വേണ്ടി ഭാര്യ എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. എല്ലാ കഴിഞ്ഞ് ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ലൈലാത്താക്ക് മെസ്സേജ് അയക്കുന്ന ചില കാമുകന്മാർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഭർത്താവ് കിടന്നുറങ്ങിക്കഴിയുമ്പോ ഭാര്യ പയ്യെ വാട്സപ്പ് എടുത്തിട്ട് കാമുകന് ചാറ്റ് ചെയ്യുന്ന കാലഘട്ടം പാടില്ല. നിങ്ങളുടെ ഇടയിൽ കപട സ്നേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ ഇഖ്ലാസ് ഇല്ലാത്ത സ്നേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകില്ലെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഞാനിത് പറയട്ടെ, ഈ ഭാര്യമാര് ഭർത്താക്കന്മാര് വീട്ടിൽ ഇടിയുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളുടെ ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നോട് ഒരു 20 വയസ്സുള്ള ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദേ എന്റെ വാപ്പയും ഉമ്മയും എപ്പോഴും വീട്ടിൽ തല്ലുണ്ടാക്കും ഉസ്താദെ. എന്താ പറയണേ? 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും വീട്ടിൽ എപ്പോഴും ബഹളമാണ് ഉസ്താദെ. ഞാൻ ഇതെന്റെ ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ കണ്ട് കണ്ട് ഞാൻ മടുത്തു ഉസ്താദെ. എനിക്ക് പോലും കല്യാണം കഴിക്കാൻ മടിയായി പോയി ഉസ്താദെ എന്നൊരു സാധുവായ പൊന്നുമോൻ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എച്ചുകല്ല് എന്നല്ല ഈ സ്ഥലത്തിന്റെ പേര്, എച്ചുകല്ല് അല്ല ഉസ്താദ്, എച്ചുകല്ല്. ഈ എച്ചുകല്ലിൽ ഇതൊരു അങ്ങാടിയാണ്. ഈ അങ്ങാടിയിൽ രാത്രി 1 മണിയായാലും വീട്ടിൽ പോകാത്ത ചില ചെറുപ്പക്കാരുണ്ടാകും. കല്യാണം കഴിഞ്ഞിട്ട് രാത്രി 1 മണിയായാലും വീട്ടിൽ പോകാത്ത ചില ചെറുപ്പക്കാരുണ്ടാകും. അവരോട് നമ്മൾ പേഴ്സണൽ ആയിട്ടൊന്ന് വിളിച്ചിട്ട് ചോദിക്കണം, എടാ ചങ്ങാതി നീ എന്താ വീട്ടിൽ പോകാത്തെ? അപ്പൊ ഒരു പറയുന്നൊരു വാക്കുണ്ട്, ഉസ്താദേ നേരത്തെ വീട്ടിൽ ചെന്നിട്ട് എന്ത് കിട്ടാനാ ഉസ്താദേ? എന്താ പറയണേ? നേരത്തെ വീട്ടിൽ ചെന്നിട്ട് എന്ത് കിട്ടാനാ ഉസ്താദേ? ഞാന് എറണാകുളത്ത് പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ പള്ളിയുടെ മുമ്പിൽ ഒരു ടൗണാണ്. അപ്പൊ ഒരു ദിവസം രാത്രി 1 മണിയായപ്പോ ഒരു 2 ചെറുപ്പക്കാര് ഇങ്ങനെ റോഡിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാം. രാത്രി 1 മണിയായി. അപ്പൊ ഞാൻ ഓരോ ഇങ്ങനെ പള്ളിയിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിങ്ങളെന്താ വീട്ടിൽ പോകാത്ത? 1 മണിയായില്ലേ? ഇവരെല്ലാ കടകളും അടച്ച് എല്ലാ ബസ് സ്റ്റോപ്പും ക്ലീൻ ചെയ്ത് എല്ലാവരെയും വർത്താനൊക്കെ കേട്ട് എന്നിട്ട് ഇവര് വീട്ടിൽ പോകും. എന്താടാ ഇത്രയും താമസിക്കണേ? പെണ്ണൊക്കെ കിട്ടിയല്ലേ ഉസ്താദേ? വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഓളുടെ മോന്ത കണ്ടാൽ മതി ഉസ്താദേ, അടിവരലിൽ ഇങ്ങനെ പെരുത്ത് കയറും ഉസ്താദേ എന്നൊരു സഹോദരൻ പറയുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. അതാണ് കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നല്ല ദാമ്പത്തിക ജീവിതം അള്ളാഹു നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഭാര്യമാരുടെ സ്നേഹം കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അല്ലേ, ഭാര്യമാരുടെ സ്നേഹം ഭർത്താക്കന്മാർക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അവരെ പരസ്യമായി കുറ്റപ്പെടുത്താതിരിക്കുക. എന്താ ചെയ്യണ്ടേ? അവരെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക. ഇപ്പൊ ചില ചങ്ങാതിമാരുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കും. ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരും. ചിലപ്പോ ഭർത്താവിന്റെ ഉമ്മയും മാപ്പയൊക്കെ അവിടെ ഉണ്ടാകും. ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തന്നപ്പോ സ്വാഭാവികമാണ് ഉപ്പ് കൂടും, ചിലപ്പോ പുളി കൂടും, ചിലപ്പോ മധുരം കുറയും, മധുരം കൂടും, ചിലപ്പോ കഴിക്കാൻ ചിലപ്പോ കൊള്ളൂല. ചില ഭർത്താക്കന്മാരുണ്ട്, ഭക്ഷണം കൊള്ളത്തില്ലെങ്കിൽ ആ ഒരു സദസ്സിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒച്ചപ്പാടിൽ പറയും, നീ എന്തുണ്ടാക്കാൻ ഇങ്ങനെ ഇരിക്കണേ? അതിനെല്ലാം സാധനം വാങ്ങിച്ചെന്നെ നിനക്ക് നന്നാക്കിക്കൂടെ? അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കുന്ന ചില ആളുകളുണ്ട്. ആ ഭാര്യക്ക് നിന്നോട് സ്നേഹം ഉണ്ടാകൂല, ആ ഭാര്യക്ക് നിന്നോട് സ്നേഹം ഉണ്ടാകൂല. എന്താ ചെയ്യണ്ടേ? ഭക്ഷണം ഒന്നും കൊള്ളത്തില്ലെങ്കിലും ഭാര്യ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി, മധുരം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ചായക്ക് മധുരം കുറഞ്ഞുപോയി, എന്താ ചെയ്യണ്ടേ? പരസ്യമായി പറയരുത്. രാത്രി കിടക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കണം, നല്ല പോലെ ഉണ്ടാക്കണം, ഇത്ര കുറവുകളൊക്കെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ ഏത് നന്നാകാത്ത ഭാര്യയും നന്നാകും. പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞ ഒരു നാളെ ചിലപ്പോൾ വിമ്മ് കലക്കി തരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. അതുകൊണ്ട് പറയാ, ഭാര്യമാരെ എന്തിനാ സ്നേഹിക്കണം. ചില ഭർത്താക്കന്മാരുണ്ട്, എന്താണപ്പാ കഴിക്കാനിരിക്കുമ്പോ പ്ലേറ്റില് ഭാര്യയുടെ ഒരു മുടി കണ്ടു കഴിഞ്ഞാൽ അവിടെ ബദറിതായിരിക്കും. പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഈ ഭക്ഷണത്തിന്റെ അകത്ത് ഭാര്യയുടെ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബദറിയുദ്ധം നടത്തുന്ന ചില ചങ്ങാതിമാരുണ്ട്. പാതിരാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യയുടെ മുടിയും അതും ഇതൊന്നും ഒരു കുഴപ്പമില്ല. രാവിലെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു തുണ്ടും മുടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ പ്രയാസം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെന്ത് ചെയ്യാൻ പാടില്ല? കുറ്റപ്പെടുത്താൻ പാടില്ല. അവർക്ക് വേണ്ട ഹിദുമത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലെ, ഞാൻ പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാതൃക എന്ന് പറയുന്നത് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളാണ്. അല്ലേ, ഏതെങ്കിലും സിനിമാ നടിയോ രാഷ്ട്രീയക്കാരോ ആരുമല്ല. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയണേ, നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക, സഹായിക്കാത്ത ചില ചങ്ങാതിമാരുണ്ട്. ഇപ്പൊ റമളാൻ മാസത്തിലൊക്കെ നമ്മുടെ ഉസ്താദുമാർ എന്ത് ചെയ്യും? ഈ എച്ചുകല്ലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയും, ഉസ്താദെ റമളാൻ 27 രാവിലെ എന്റെ വീട്ടിലെ ഉസ്താദെ നോമ്പ് പറ. എന്നിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കും. ഈ ചങ്ങാതി രാവിലെ പോയിട്ട് എന്ത് ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഭാര്യയുടെ കയ്യിൽ
കൊണ്ട് കൊടുത്തിട്ട് പറയും, വൈകിട്ട് ഒരു 50 പേര് നോമ്പ് തുറക്കാനുണ്ടാകും, നീ എല്ലാം ഉണ്ടാക്കണം. എന്താ പറയണേ? ഒരു 50 പേര് നമ്മുടെ HL പള്ളിയിൽ ഉസ്താദന്മാരും കമ്മിറ്റിക്കാരും അപ്പുറത്തും ഇപ്പുറത്തുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യും? നോമ്പ് തുറക്കാൻ വരും, നീ എന്ത് ചെയ്യാ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും. ഈ സാധു നോമ്പും പിടിച്ച് അതിൻ്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടും. ഈ ചങ്ങാതി ഇതിലൊന്നും മൈൻഡ് ചെയ്യൂല. വൈകിട്ട് ഉസ്താദന്മാർ വരുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉസ്താദിനെ പോക്കറ്റ് 500 ഇട്ട് കൊടുക്കും, നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കെട്ടിപ്പിടിക്കും, അത്തർ തേച്ച് കൊടുക്കും. പക്ഷേ ആ ഭാര്യ അടുക്കളയിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ചെറുപ്പക്കാർ ചെയ്യാറില്ല. ചില ആളുകൾ, ഉസ്താദ് ഞങ്ങള് അടുക്കളയിൽ കയറി മീൻ വെട്ടിയാൽ ഞങ്ങളുടെ നടുവൊടിച്ചു ഉസ്താദെ എന്ന് പറഞ്ഞ ചില ഭർത്താക്കന്മാർ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ചരിത്രം പറഞ്ഞു ഞാൻ കേട്ടോ, ചരിത്രം പറഞ്ഞു ഞാൻ കേട്ടോ. അള്ളാന്റെ റസൂല്, അള്ളാന്റെ ഹബീബ് എന്റെ പ്രിയപ്പെട്ടവരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടു. ആർക്ക് വേണ്ടിയിട്ട്? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചരിത്രമാ. അല്ലാ കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ. മദീനയുടെ നായകനാകുന്ന ഹബീബുണ്ടല്ലോ, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവിയതാ വീടിന്റെ ഉമ്മറ തിരുന്നുകൊണ്ട് ഗോതമ്പുണ്ടല്ലോ, റൊട്ടിയുണ്ടല്ലോ, കുഴക്കുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവിയാ. പടച്ചവനെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പടച്ചവനെ കയ്യിലിരിക്കുന്ന മാവുണ്ടല്ലോ എടുക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് പടച്ചവനെ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ കുഴക്കുകയാ. പടച്ചവനെ റൊട്ടിയുണ്ടാക്കുകയാ. എന്നിട്ടതാ പാത്രത്തിലേക്ക് എടുക്കുകയാ. മദീനയുടെ നായകനാകുന്ന പ്രവാചകനുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിയെ ഉണർത്തുകയാ. അസ്സലാമു അലൈക്കും യാ ആയിഷ. ആയിഷ ബീവിയോട് സലാം പറയുമ്പോ ആയിഷ ബീവി എന്റെ പ്രിയമുള്ളവരെ എണ്ണീക്കുകയാ. പടച്ചവനെ സലാം അടക്കുകയാ. ആയിഷ ബീവിയോട് റസൂലുള്ളാഹിയതാ കയ്യിലിരിക്കുന്ന പത്തിയുണ്ടല്ലോ, കയ്യിലിരിക്കുന്ന റൊട്ടിയുണ്ടല്ലോ കൊടുക്കുകയാ. ആയിഷ ബീവിയതാ പറയുകയാ, എന്നെയൊന്ന് വിളിച്ചൂടെ നബിയേ, എന്നെയൊന്ന് വിളിച്ചൂടെ നബിയേ, ഞാൻ ഉണ്ടാക്കി തരുമല്ലോ നബിയേ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ആയിഷ ബീവിയോട് പറയുകയാ, വേണ്ട ആയിഷ, ഉറങ്ങുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ല ആയിഷ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ടവരോട് പറയുകയാ, ഭാര്യമാരെയുണ്ടല്ലോ, ഭർത്താക്കന്മാരെയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഇഖ്ലാസോടെ സ്നേഹിക്കുന്നവരാരാ? പടച്ചവനെ അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് സ്നേഹിക്കുന്നവരാരാ? അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നതാ. എത്രയോ പേര് കരഞ്ഞുകൊണ്ടാ പറയുന്നത്, ഉസ്താദേ ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങളോ, ദാമ്പത്തിക ജീവിതത്തിൽ പ്രതിസന്ധിയോ, ദാമ്പത്തിക ജീവിതത്തിൽ കണ്ണുനീരാ എന്ന് പറയുന്ന എത്രയോ പാവങ്ങളാ. ഉസ്താദേ വയലുകളിന് വീട്ടിലേക്ക് പോകാതെ തോന്നുന്നില്ല, ഭാര്യയുടെ മുഖം കാണുമ്പോ മനസ്സിൻ്റെ ഉള്ളിൽ ടെൻഷനാ എന്ന് പറയുന്ന എത്രയോ പേരാ. പാടില്ല, പാടില്ല. വയനാട്ടിലുള്ളൊരു സഹോദരി പറഞ്ഞതാ, ഉസ്താദേ നാടകമാ, നാടകമാ, എന്റെ ജീവിതത്തിലുണ്ടല്ലോ സന്തോഷമില്ല, എന്റെ ഭർത്താവ് കള്ളുകുടിയനാണ് ഉസ്താദേ, കള്ളുകുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നെ അടിക്കും ഉസ്താദേ, തൊഴിക്കും ഉസ്താദേ, ഇടിക്കും ഉസ്താദേ. പലതവണയുണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയവളാ. എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം കാണുമ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല എന്നൊരു സാധുവായ സഹോദരിയതാ പറയുമ്പോ, കപട സ്നേഹം പാടില്ല, കപട സ്നേഹം പാടില്ല. നിങ്ങളതാ സ്നേഹിക്കുമ്പോ ഇഖ്ലാസോടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങള് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആയിഷ ബീവിക്ക് കൊണ്ട് കൊടുത്തപ്പോ ആയിഷ ബീവി പറഞ്ഞു, നബിയേ അങ്ങെന്തിനാ നബി അടുക്കളയിൽ കയറിയേ? ഞാൻ അങ്ങക്ക് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, എന്നെ ഒന്ന് വിളിച്ചാലും മതിയായിരുന്നല്ലോ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ അള്ളാന്റെ റസൂലിനോട് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയാം, ആയിഷ നീ ഉറങ്ങുന്നത് കണ്ടപ്പോ വിളിക്കാൻ തോന്നിയില്ല ആയിഷ. അതാ സ്നേഹം, അതാ സ്നേഹം. ഭാര്യക്ക് എന്റെ പ്രിയപ്പെട്ടവർ ചുരിദാറും പർദ്ദയും മേടിച്ചു കൊടുക്കണമല്ല സ്നേഹം. ഭാര്യക്ക് ഹിദുമത്ത് ചെയ്തു കൊടുക്കുമ്പോ അതൊരു സ്നേഹമാ പ്രിയപ്പെട്ടവരെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദാമ്പത്തിക ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങള് ആയിഷ ബീവി ഒന്ന് ഉറങ്ങിപ്പോയപ്പോ വിളിക്കാൻ മടിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ വിളിക്കാൻ മടിച്ചു, ഉറങ്ങിപ്പോയി, വിളിച്ചില്ല. ഭക്ഷണം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടു കൊടുത്തു. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ഈ ഹൈദ് ഉണ്ടാകുന്ന സമയമുണ്ട് അല്ലെ, ഹൈദ് പീരീഡ്സ് ഉണ്ടാകുന്ന സമയമുണ്ട്. ഈ ഭാര്യമാർക്ക് ആ സമയത്ത് വല്ലാത്തൊരു വയറുവേദന ഉണ്ടാകും. അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ വേദന, അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ നൊമ്പരങ്ങൾ. നമ്മുടെ ഭാര്യമാർക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയം, ഹൈദ് ഉണ്ടാകുന്ന സമയം ഒരു വല്ലാത്ത വയറുവേദന ഉണ്ടാകും. അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാകൂല. ആ സമയത്തൊക്കെ അവരെ കുറ്റപ്പെടുത്താതെ, ഭാര്യമാർക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത്, ഹൈദ് ഉണ്ടാകുന്ന സമയത്ത് അവരെ എന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതെ ആ സമയത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റാഹത്തിലാക്കട്ടെ. ദാമ്പത്തിക ജീവിതം എന്ന് പറയാൻ അതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലെ ഒരു മൺകലം പോലെയാ. അല്ലെ ഈ മൺകലം താഴത്തോട്ടിട്ടാൽ പൊട്ടൂലേ, അല്ലാതെ പിന്നെയും കയറി വരുമോ? ഇല്ല, പൊട്ടും. ദാമ്പത്തിക ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒരു ഇടിയും ഒരു സ്ഥലമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരാരാ അവന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാർക്ക് കിടപ്പറയിൽ മാത്രം ഭയങ്കര സ്നേഹമാണ്. നമ്മൾ തുറന്നു പറയട്ടെ, കിടപ്പറയിൽ മാത്രം ഭാര്യ സുന്ദരിയ അതാ ഇതാ, പുറത്തു പോകുമ്പോ ഓളുടെ കൂടെ ഒന്ന് പോകാൻ പോലും ചില ചങ്ങാതിമാര് തയ്യാറാകൂല. ഞാൻ പറയാ, ഇവിടെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരായിട്ടൊന്ന് യാത്ര പോകുന്നത് നല്ലതാണ്. കല്യാണത്തിന് ശേഷം കല്യാണം കഴിച്ച പ്രിയപ്പെട്ട ദമ്പതിമാർ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അവരുടെ കൈകളിൽ പിടിക്കണം. എന്നിട്ടൊരു നല്ല വെള്ളച്ചാട്ടത്തിന്റെയും ഒരു നല്ല മലഞ്ചെരിവുകളുടെയിലൂടെയൊക്കെ ഒന്ന് മനസമാധാനത്തോടു കൂടി എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് നടക്കണം, യാത്ര ചെയ്യണം. കാരണം എന്തേ? അതിൽ ബറക്കത്തുണ്ടെന്ന, യാത്രയിൽ തന്നെ ബറക്കത്തുണ്ടെന്ന. അത് നിന്റെ സ്വന്തം ഭാര്യയായിട്ടാകുമ്പോൾ അതിന് ഇരട്ടി ബറക്കത്തുണ്ടാകുമെന്ന. കല്യാണം കഴിഞ്ഞവർ അവരുടെ വിരലുകളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടാകുമെന്ന. ചില ആളുകളുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കും, പക്ഷെ എച്ചിത്തര കയ്യിൽ കൊടുക്കൂല. ഭാര്യ ചോദിക്കും, ഇക്ക എനിക്കൊരു ബർദ മേടിച്ചു തരുമോ? വർഷത്തിൽ ഒരിക്കലാ ചോദിക്കണേ, എന്റെ പൈസ ഇല്ല. ഭാര്യ ചോദിക്കും, ഇക്ക എന്നെ ഒന്ന് കടൽ കാണിക്കാൻ കൊണ്ടുപോകോ? കടലില്ല, മറ്റേത് കാണിച്ചു തരാൻ എന്നിട്ട് കൂപ്പിട്ടിരിക്കണ ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. പാടില്ല. അവരെ സ്നേഹിക്കണം. അവരുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇഖ്ലാസോട് കൂടിയുള്ള സ്നേഹം റബ്ബിന്റെ പൊരുത്തത്തിന് മതി, വേറൊരാളുടെയും പൊരുത്തത്തിൽ വേണ്ട. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആരാണോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് അവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒന്ന് ആത്മാർത്ഥപരമാകുന്ന സ്നേഹമാണ്. അപ്പൊ ചില പ്രായമുള്ള വാപ്പമാരൊക്കെ ചിന്തിക്കും, ഉസ്താദേ ഞങ്ങളൊക്കെ എക്സ്പയർ ആയി ഉസ്താദേ, കഴിയാനായി ഉസ്താദേ എന്ന് ചിന്തിക്കണവരുണ്ട്. അല്ല, നിങ്ങളൊക്കെയാണ് ഇനി അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ ജീവിക്കേണ്ടത്. മക്കൾ എപ്പോഴും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഭാര്യ എന്നും ഉണ്ടാകും, അള്ളാഹു സ്വീകരിക്കട്ടെ. ഭർത്താവ് എന്നും ഉണ്ടാകും, അള്ളാഹു സ്വീകരിക്കട്ടെ. രണ്ട്, കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, റാഹത്ത് വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, രണ്ടാമത്തെ മാർഗമുണ്ടല്ലോ. ഏതെന്നറിയോ? മദീനയുടെ നായകനാകുന്ന റസൂലുള്ളാഹി പറയുകയാ, എന്തു കൊടുത്താലും തൃപ്തിയുള്ള ഭാര്യയാരോ അൽഹംദുലില്ലാ പറയുന്ന ഭാര്യയാരാ? അൽഹംദുലില്ലാ അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുന്നതാ, അനുഗ്രഹങ്ങൾ നൽകുന്നതാ, റാഹത്ത് നൽകുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ, ഭക്ഷണമതാ കൊടുക്കുമ്പോ
ചെയ്യുമ്പോ, പടച്ചവനെ ഖിദ്മത്ത് ചെയ്യുമ്പോ ഒരു ഭാര്യയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാരാ? അവന്റെ ദാമ്പത്തിക ജീവിതത്തില്, അവന്റെ കുടുംബ ജീവിതത്തില് അല്ലാഹു സന്തോഷം നൽകുന്നതാ, ആനന്ദം നൽകുന്നതാ. ഒരിക്കലതാ റസൂലുള്ളാഹിയുണ്ടല്ലോ, ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് അതാ കടന്നു വരികയാ. റസൂലുള്ള കടന്നു വരുമ്പോ ഫാത്തിമ ബീവിയുണ്ടല്ലോ ജോലി ചെയ്യുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണം അതാ കടന്നു വരുമ്പോ ഒരുപാട് പേര് കടന്നു വരികയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ, വിവാഹം ചെയ്തു തരുമോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഇല്ല ഇല്ല, സമ്മതമല്ല, അനുവാദമല്ല. ഫാത്തിമ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂല് തിരഞ്ഞെടുത്ത വരനാരെന്നറിയോ? സയ്യിദുനാ അലിയാർ തങ്ങളാ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, അലിയാർ തങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. അലിയാർ തങ്ങൾ പാവപ്പെട്ടവനാ, അലിയാർ തങ്ങൾ ദാരിദ്ര്യമുള്ളവനാ, അലിയാർ തങ്ങൾ പട്ടിണി പാവമാ, അലിയാർ തങ്ങള് കോടിക്കണക്കാന സ്വത്തുക്കളുള്ളോ ഒരു ഭർത്താവല്ല എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, തലയിലതാ പുല്ല് ചുമന്നുകൊണ്ട് അറേബ്യയുടെ മണ്ണുകളിലൂടെ കൊണ്ടുകൊടുക്കുന്ന ജോലിയാ, അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാ. റസൂലുള്ളാഹിയതാ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമയതാ ജോലി ചെയ്യുകയാ. റസൂലുള്ളാഹി ഫാത്തിമയോട് സലാം പറയുകയാ. റസൂലുള്ളാഹിയുണ്ടല്ലോ ചുംബനം കൊടുക്കുകയാ. ഒരു വാപ്പ തന്നെ പൊന്നുമോളെ കാണുമ്പോ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുകയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ നെറ്റിത്തടത്തില് അല്ലാഹുവിന്റെ റസൂല് മുത്തം കൊടുക്കുകയാ. എന്നിട്ടതാ ഫാത്തിമയോട് ചോദിക്കുകയാ, സന്തോഷമാണോ, അനുഗ്രഹമാണോ, റാഹത്താണോ, ഇസ്സത്താണോ? ആദരവാകുന്ന പ്രവാചകനോട് പടച്ചവനെ ഫാത്തിമയതാ പറയുകയാ, സന്തോഷമാ, ആനന്ദമാ, ബറക്കത്താ. എന്നിട്ടതാ ഫാത്തിമയുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ കൈകളിലേക്ക് പിടിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കൈകള് പടച്ചവനെ പൊട്ടിയിട്ട് ചോര വരുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണുകയാ. ആ സമയത്തിന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഇതെങ്ങനാണ് ഫാത്തിമ, കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ? ഫാത്തിമയതാ മറുപടി പറയുകയാ, പടച്ചവനെ അരിയാട്ടിയിട്ട്, ആട്ടുകല്ലിൽ അരിയാട്ടിയിട്ട് എന്റെ കൈയുണ്ടല്ലോ പൊട്ടുകയാ. ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ലോകത്ത് വരാനിരിക്കുന്നു ഭാര്യമാർക്ക് മുഴുവനും എന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്ന വിഭാഗമേതോ, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമേതോ, അല്ലാഹു കൊടുക്കുന്ന മഹത്വമേതാ? ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിന് വേണ്ടി വസ്ത്രമലക്കിയാൽ, ഒരു ഭാര്യയുണ്ടല്ലോ ഭർത്താവിന് വേണ്ടി ഭക്ഷണം കൊടുത്താൽ, ഒരു ഭാര്യയുണ്ടല്ലോ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമേതാ? ദഖലൽ ജന്ന, സ്വർഗമോ സ്വർഗമോ സ്വർഗമോ, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ എന്റെ കൈകള് അരിയാട്ടിയിട്ട് നബിയെ പൊട്ടി നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നേരെ തിരിച്ച ചില സഹോദരിമാര് ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ മടിയാ അല്ലേ? 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കൂട്ടം? 3 കൂട്ടം. ഒന്നാമത്തെ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് കൂട്ടു നിൽക്കണ
ഭർത്താവാരാ എന്ന് വെച്ചാല് ഭാര്യ പറയാ, ഇക്ക എനിക്ക് എന്നെ മാറും പൊക്കിൽ കൂടിയൊക്കെ കാണിക്കുന്ന ഒരു സാരി നിങ്ങൾ എടുത്തു തരണമെന്ന് പറയാ. അപ്പൊ ഭർത്താവ് അത് എടുത്തു കൊടുക്കണ ചങ്ങാതിയാണെങ്കിൽ, ഹറാമിന് കൂട്ടു നിൽക്കണ ചങ്ങാതിയാണെങ്കിൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ. രണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കിടപ്പിറ രഹസ്യം ഒരു ഭർത്താവ് പങ്കിട്ട് കൊടുത്താൽ, കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുത്താൽ നിങ്ങൾ നരകത്തിലേക്കുള്ള ഭർത്താവാണ് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഉമ്മമാര് ചോദിക്കും, ഉസ്താദെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളുടെ കിടപ്പ രഹസ്യം പങ്കിട്ട് കൊടുക്കുമോ ഉസ്താദ് എന്ന് ചോദിക്കും. ഞാൻ പറയാ, ഇപ്പൊ കർണാടകയിലൊക്കെ കല്യാണപ്രായം എത്രയാ ഉസ്താദെ? ചെറുപ്പക്കാരുടെ കല്യാണപ്രായം എത്രയാ? 25, 26. പെൺകുട്ടികളുടെ 19, 20. ഒളിച്ചോടി ഇല്ലെങ്കിൽ 19, 20. ഒളിച്ചോടിയ 17, 16. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചില നാട്ടിലൊക്കെ 21, 22 വയസ്സിലൊക്കെ ആകുമ്പോൾ ചില പക്വതയില്ലാത്ത ചെറുപ്പക്കാർ കല്യാണം കഴിക്കും. ഒരു ചിലപ്പോ വാപ്പാക്ക് പൈസ ഉണ്ട്, വാപ്പാക്ക് ഒരു ആനയുണ്ട്, വാപ്പാക്ക് ഒരു കുതിരയുണ്ട്, വാപ്പാക്ക് 2 പശുവുണ്ട്, അപ്പൊ പിന്നെ വരുമാനമുണ്ട്, എനിക്കൊന്നും പേടിക്കാനൊന്നുമില്ല. അപ്പൊ നേരെ പോയി കെട്ടുന്ന ചില ചങ്ങാതിമാരുണ്ട്, പക്വതയായിട്ടുണ്ടാവൂല. ഈ ചങ്ങാതിമാര് ആദ്യരാത്രി കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവന്റെ ഹമുക്കളാന്ന് ചില കൂട്ടുകാർ എച്ചുകളിൽ വന്നിട്ട് ചോദിക്കും, എടാ ചങ്ങാതി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ചോദിക്കും, എടാ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കേൾക്കുമ്പോൾ ഈ ചങ്ങാതി പറയുന്നൊരു കാര്യമുണ്ട്, എടാ അളി അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മൂട്ട് നടക്കണ ചില ചങ്ങാതിമാരുണ്ട്. ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ സുബഹിക്ക് ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ കല്യാണം കഴിഞ്ഞു. അവൻ എന്നും സുബഹിക്ക് ഇവിടെ പള്ളിയിൽ വരുന്നവനാ. ഒരു ദിവസം പള്ളിയിൽ വന്നപ്പോ അവന്റെ മുടി ഇങ്ങനെ നനഞ്ഞിരിക്കുക, കുളിച്ചിട്ട് അവൻ വരണേ. ആ സമയത്ത് ചില ചങ്ങാതിമാര് വന്നിട്ട് പറയടാ, കണ്ടില്ലടാ ഇന്ന് അവൻ കുളിച്ചിട്ടൊക്കെ സുബഹിക്ക് വന്നിരിക്കണേ, ഇന്നലെ രാത്രി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അതാണ് ഇതാന്നൊക്കെ പറയുമ്പോ ഇവൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഭാര്യയായിട്ടുള്ള അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടോപ്പിൽ കയറ്റണ ചില ചങ്ങാതിമാരുണ്ട്. ഒരു രസത്തിന് വേണ്ടിയാണെങ്കിലും ആ സമയത്ത് ഒരു സുഖത്തിന് വേണ്ടിയാണെങ്കിലും ഭാര്യയുടെ കിടപ്പ രഹസ്യം ആരാണോ പങ്കിടുന്നത് അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. 3, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുന്നു, ഭാര്യയുടെ അടിമയായി ജീവിക്കണ ഭർത്താവാര. ഭാര്യയുടെ അടിമയായി ജീവിക്കണ ഭർത്താവാര എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ച് നടക്കണ പെൺകോന്തന്മാരാകുന്ന ഭർത്താക്കന്മാരാര. അമിനാത്ത പറയാ, ഇക്ക ഇങ്ങ് വാന്ന് പറയുമ്പോ തലയും കുനിച്ചു വന്ന് ഇങ്ങനെ നിന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കണ ഭർത്താവാര, അവര് നരകത്തിലേക്കുള്ള ഭർത്താവാ. അല്ലെ? ചില ഭാര്യമാരുടെ അടിമയായി. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദെ എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ ദുആ ചെയ്യണം. എന്താ പറഞ്ഞേ? എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ ദുആ ചെയ്യണം. ഞാൻ എന്ത് സ്വഭാവം നന്നാകണ്ടേ? എന്നെ എപ്പോഴും തല്ലു ഉസ്താദെ, എന്നെ എപ്പോഴും തല്ലു ഉസ്താദെ. നമ്മളൊക്കെയാണെങ്കിൽ കൂമ്പിനിട്ട് ഇടിച്ചെന്നെ തിരിച്ച്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. അല്ലേ? ഞാൻ പറയണത്, ഒരാൾ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദ് എന്റെ ഭാര്യ എന്നെ എപ്പോഴും തല്ലു ഉസ്താദെ. അവൻ കരയും വന്നിട്ട് എന്റെ മുമ്പിൽ ഇരുന്നിട്ട്. അള്ളാഹു നല്ല ദാമ്പത്തിക ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ പറയണേ, ഭാര്യയുടെ അടിമയായി ജീവിക്കണവരാരാ, അവർ നരകത്തിലേക്കുള്ള ഭർത്താവാ. ചില ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂല. നിങ്ങൾ ഉണ്ടാക്കിക്കോ, നിങ്ങൾ ചായ ഉണ്ടാക്കിക്കോ, ഞാൻ ഉണ്ടാക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കണ ചില ചങ്ങ. ഞാൻ നേരത്തെ ഷവർമ്മയുടെ കഥ പറഞ്ഞ പോലെ അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിന് ഞാൻ പറയാ, ഇഷ്ടത്തോടു കൂടി പറയാ, ഇവിടെ ഇരിക്കണ പെങ്ങന്മാരോട് പറയാ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ പ്ലേറ്റിൽ ഇത്തിരി ചോറിട്ട് കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം വിളമ്പിയാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അള്ളാഹു കൊടുക്കുന്ന മഹത്വം എന്താ? റസൂലുള്ളാഹി പറയുകയാ, ഓരോ അരിക്കു പകരമായിട്ട് അവന്റെ പാപങ്ങളുണ്ടല്ലോ, ഭാര്യയുടെ പാപങ്ങളുണ്ടല്ലോ, അള്ളാഹുവേ പൊറുക്കുന്നതാ. അവരുടെ തിന്മകളുണ്ടല്ലോ പൊറുക്കുന്നതാ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അരിക്കു പകരമായിട്ട് അവരുടെ പാപങ്ങൾ, ഭാര്യമാരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ഈ ഭാര്യമാർക്ക് ഇവിടെ ഇരിക്കണ ഭർത്താക്കന്മാര് വെറുതായിരിക്കും, പക്ഷേ അവർക്ക് വല്ലാത്ത സ്ഥാനമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ അരിക്കു പകരമായിട്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ചില ഉമ്മമാരുണ്ട്, നാളെ ഭർത്താവ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു കലം ചോറുമായിട്ട് വന്നിട്ട് ഇങ്ങനെ തട്ടിത്തരും.
ഭർത്താവ് ചോറ് കഴിക്കാൻ ഇരിക്കുമ്പോ ഭാര്യ ഒരു കലം ചോറുമായിട്ട് വന്നിട്ട് എന്ത് ഇങ്ങനെ തട്ടിത്തരും. ഈ ചങ്ങാതി നോക്കുമ്പോൾ ഇങ്ങനെ ഉഹദ് മല പോലെ ഇങ്ങനെ ചോറ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. നമ്മൾ ചോദിക്കും, ആമിന ഇന്നെന്താ ഇത്ര ഭക്ഷണം ഇട്ട് തരണേ? അപ്പൊ ആമിനാത്ത പറയും, ഇന്നൊരു ഉസ്താദല്ലേ പറഞ്ഞേ, എത്ര ഭക്ഷണം വിളമ്പി തരുന്നോ അത്രയും പാപങ്ങൾ. അതല്ല ഞാൻ പറഞ്ഞതല്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പടച്ച തമ്പുരാൻ പാപങ്ങൾ പുറത്തു നിൽക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഈ താടി രോമങ്ങൾ ഇരിക്കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ഈ മുടി ഇരിക്കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ താടി മുടികൾ ഈരിക്കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭർത്താക്കന്മാർക്ക് താടി ഉണ്ടാകൂല, ചങ്ങാതിമാര് വളർത്താത്തായിരിക്കും. ചില ആളുകളുണ്ട് ഇങ്ങനെ താടി ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്ത് നടക്കണം. ചില ചങ്ങാതിമാരുണ്ട്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, പാടില്ല. ഇല്ലാത്തവർ എന്നെ പ്രാഗിട്ട് കാര്യമില്ല കേട്ടോ, എന്നെ പ്രാഗിട്ട് കാര്യമില്ല. നിങ്ങൾ വളർത്തണം, താടി വളർത്തണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ താടി വളർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ടെററിസ്റ്റാന്ന് പറയും. ഉസ്താദെ പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മൾ മുമ്പോട്ട് പോവാ. മീശ എന്ത് ചെയ്യണം? ബ്രിം ചെയ്യണം. ഒരുപാട് ചില ആളുകളുണ്ട്, കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ, പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ചില ചങ്ങാതിമാർ ഇവിടെ മുഴുവനും പാലുണ്ടാവും. പബ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും പബ്സ് ഉണ്ടാവും. കാരണം എന്തേ? ഈ മീശ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടക്കണം ചില ചങ്ങാതിമാർ. അല്ലാഹു ഹീമ നൽകട്ടെ. മീശ എന്ത് ചെയ്യണം? ബ്രിം ചെയ്യണം. താടി എന്ത് ചെയ്യണം? ഒതുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ വളർത്തിയിട്ട് എന്ത് ചെയ്യണം? കൊണ്ട് നടക്കണം. പിന്നെ ചില ആളുകളുണ്ട്, താടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴുകാതെയും വൃത്തിയില്ലാതെയും കൊണ്ട് നടക്കണം. ചില ചങ്ങാതിമാർ താടി വളർത്തുമ്പോൾ ഡീസന്റ് ആയിട്ട് വളർത്താൻ പോയിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം. ചില പെങ്ങന്മാരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ അയാളുടെ താടി കണ്ടില്ല ഉസ്താദെ, ഈരൂൽ ഉസ്താദെ എന്ന് പറയുന്ന ചില പെങ്ങന്മാരുണ്ട്. അല്ലെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ താടി മുടികൾ ഈരി കൊടുത്തു കഴിഞ്ഞാൽ, നാളെ സലീമിക്ക ഇങ്ങനെ പോകുമ്പോ, ഇക്ക പോകല്ലേ, എനിക്ക് 100 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പ്രതിഫലം വേണം, നിങ്ങൾ ഇങ്ങ് വാ എന്നൊരു ചീപ്പൊക്കെ എടുത്ത് തലമുടിയൊക്കെ ഒന്ന് ഈരി കൊടുത്ത് താടിയൊക്കെ ഒന്ന് ഈരി കൊടുത്ത് എന്ത് സന്തോഷം ഉണ്ടാകും. ഇല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഹീമ നൽകട്ടെ. ഇനി ഒരു ഭാര്യ തന്റെ മക്കൾക്ക് മുലപ്പാല് കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? കേട്ടോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ, ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, എന്റെ പ്രിയമുള്ളവര്, മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന മഹത്വം എന്താ? ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, കയ്യിൽ ചെറിയ മക്കളുള്ളവരെ, മുലപ്പാല് കുടിക്കുന്ന മക്കളുള്ളവരെ, മുലയൂട്ടുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വല്ലാത്ത സൗഭാഗ്യമാ, വല്ലാത്ത ആനന്ദമാ, വല്ലാത്ത പ്രതിഫലമാ. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, പടച്ചവനെ, വീടിന്റെ കത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വാതിക്കലൂടെ കടന്നു പോകുകയാ. ആദരവാകുന്ന പ്രവാചകനതാ കടന്നു പോകുമ്പോ ഹസനും ഹുസൈനും ഉണ്ടല്ലോ, വിശന്നുകൊണ്ട് കരയുകയാ, മുലപ്പാല് കുടിക്കാതെ കരയുകയാ. മദീനയുടെ നായകനാകുന്ന റസൂലുള്ളയുണ്ടല്ലോ, ദേഷ്യപ്പെടുകയാ. ഫാത്തിമയോട് റസൂലുള്ള പറയുകയാ, മുലപ്പാല് കൊടുക്കണേ, പാല് കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുകയാ. എന്നിട്ടതാ റസൂലുള്ളയുണ്ടല്ലോ പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ, പടച്ചവനെ നമസ്കരിക്കുകയാ. എന്നിട്ടതാ സലാം വീട്ടുകയാ, അവിടുന്നതാ ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് കഴിയുമ്പോ ഹസനും ഹുസൈനും ഉണ്ടല്ലോ, കരയുന്ന ശബ്ദമുണ്ടല്ലോ കേൾക്കുകയാ. പള്ളിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചകനതാ പടച്ചവനെ ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ, മുലപ്പാല് കൊടുക്കണേ, പാല് കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല്
ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും എന്നെ പ്രിയമുള്ളവരെ വിശന്നുകൊണ്ട് കരയുകയാ, വിശന്നുകൊണ്ട് നിലവിളിക്കുകയാ, പാല് കുടിക്കാതെ കരയുകയാ. റസൂലുള്ളാഹി ദേഷ്യപ്പെടുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ മുഖമുണ്ടല്ലോ, പടച്ചവനെ ചുമക്കുകയാ. റസൂലുള്ളാഹിയുടെ മുഖമുണ്ടല്ലോ, ദേഷ്യപ്പെടുകയാ. റസൂലുള്ള ഫാത്തിമയെ വിളിക്കുകയാ. ഫാത്തിമയതാ കടന്നു വരികയാ. ഫാത്തിമയോട് റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ മുലപ്പാല് കൊടുക്കാത്തതെന്തേ? ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പാല് കൊടുക്കാത്തതെന്തേ? ഫാത്തിമയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, വാപ്പാ അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ. എന്റെ മാറിൽ വന്ന് മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ എന്നതാ ഫാത്തിമ ബീവിയതാ പറയുമ്പോ, മുലപ്പാല് കൊടുക്കുന്നവരെ അത് വല്ലാത്ത പ്രതിഫലമോ, മുലപ്പാല് കൊടുക്കുന്നവരെ അത് വല്ലാത്ത പ്രതിഫലമാ. റസൂലുള്ളാഹിയുണ്ടല്ലോ ഫാത്തിമയോട് പറയുകയാ, ഒരു ഭാര്യ തന്നെ മക്കൾക്ക് എന്നെ പ്രിയമുള്ളവരെ മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാൽ 1000 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരെ നിങ്ങൾ വല്ലാത്ത സൗഭാഗ്യം ചെയ്തവരാ. നാദാ കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ റഹ്മാനേ. റസൂലുള്ള പറഞ്ഞു, ഒരു ഭാര്യ തന്റെ മക്കൾക്ക് മുലപ്പാല് കൊടുത്താൽ 1000 ഷഹീദീങ്ങളുടെ പ്രതിഫലമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, ഭാര്യമാർക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മഹത്വം എന്ന് പറയുന്നത് വലുതാ. റസൂലുള്ള പറഞ്ഞു, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയുന്ന ഭാര്യയാരാ, അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, അല്ലേ? ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു ചങ്ങാതിനെ, കൊല്ലത്തുള്ള ചങ്ങാതിയാ, രാത്രി ഒരു 11 മണിയപ്പോൾ വിളിച്ചു, ഫോണിൽ വിളിച്ചു. അത് എവിടെ ഉള്ളത്? ഉസ്താദ് ഞാൻ ഓച്ചിറയിലുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. രാത്രി 11 മണിക്ക് ഓച്ചിറയിലുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാ 11 മണിക്ക് എന്താ ഓച്ചിറയില്? ഒന്നുമില്ല ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്ത സംഭവം ഉസ്താദെ. ചുരിദാർ വാങ്ങിച്ചു കൊടുത്ത് ഇനി രാത്രി 11 മണിക്ക് എന്താ ഉസ്താദെ, ഞാൻ ഓൾക്കൊരു പച്ച കളർ ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു. ഓൾക്കത് പറ്റിയില്ല. ഓളെ തന്നെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഉസ്താദെ. ഓൾക്ക് ഇന്നത്തെ രാത്രി തന്നെ അത് മാറി കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ആ കട തുറപ്പിച്ചെടുക്കാൻ വന്നതാണെന്ന് ഒരു സാധു പറയുമ്പോൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം, അല്ലേ? ഇവിടെ ഇരിക്കണ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാ, നിങ്ങളുടെ വരുമാനം എപ്പോഴും നിങ്ങളുടെ പൊണ്ടാട്ടി അറിഞ്ഞിരിക്കണം. 5000 രൂപ ശമ്പളമുള്ളൂ, അല്ലെങ്കിൽ 10000 ശമ്പളമുള്ളൂ, 15000 ശമ്പളമുള്ളൂ, ആ ശമ്പളമുള്ള ഉസ്താദന്മാർ മാത്രമായിരിക്കും, അതിന്റെ മുകളിലുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കണം മിക്ക ആളുകളും. നിങ്ങളോട് പറയാ, നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ഭാര്യ അറിഞ്ഞിരിക്കണം. കാരണം എന്തേ? അതറിഞ്ഞുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം, അല്ലേ? ഇപ്പൊ ഈ മംഗലാപുരത്തും ഈ കാസർഗോഡൊക്കെ എല്ലാവരും ബറദ ഇടുന്നവരാ. മംഗലാപുരത്തും കാസർഗോഡും ഒക്കെ എല്ലാവരും ബറദ ഇടുന്നവരാ. പക്ഷേ 98% ആളുകളും ഈമാൻ കൊണ്ട് ബറദ ഇടുന്നവരാ. ചോദിക്കട്ടെ, ഇപ്പൊ കാസർഗോഡും കർണാടകയിലൊക്കെ ബറദ ഇടുന്ന ഉമ്മമാരുണ്ട്. 98% ഞാൻ ചങ്കുറപ്പോടെ പറയാ, ഈമാൻ കൊണ്ട് ബറദ ഇടുന്നവരാ അല്ല. അങ്ങനാണെങ്കിൽ ഷെയ്പ്പുള്ള ബറദ ഇടൂല. ഈമാൻ കൊണ്ടിടുന്നവരാണെങ്കിൽ നമ്മുടെ ഭാര്യമാർ ഒരിക്കലും ഷെയ്പ്പുള്ള ബറദ ഇടൂല. എന്നോട് ഈ കബക്കയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ ഒരു കാര്യം എല്ലാ വാളിലും പറയണം. ഞാൻ എന്താ ഉസ്താദേ, ഞങ്ങളുടെ കർണാടകയിൽ എല്ലാ പെണ്ണുങ്ങളും ബറദ ഇടുന്നവരാ ഉസ്താദേ. അൽഹംദുലില്ലാ സന്തോഷം. ഉസ്താദേ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഹിജാബ് ധരിക്കുന്നവരാ ഉസ്താദേ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ സന്തോഷം. പക്ഷേ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഇതെല്ലാം ഇട്ടിട്ട് ഈ കണ്ണിന്റെ ഇവിടെ ചിലപ്പോൾ ചുവപ്പ്, കണ്ണിന്റെ ഇവിടെ ചിലപ്പോൾ മഞ്ഞ, കണ്ണിന്റെ ഇവിടെ ചിലപ്പോൾ പച്ച, ഇങ്ങനത്തെ ഓരോ കളർ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കണ ചില താത്താമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും പാടില്ല. ഇപ്പൊ ക്രീം ഇട്ട് വെളുക്കാൻ നടക്കുന്ന ചില താത്താമാരുണ്ട്. പാടില്ല. അതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ശരീരം വെറുതെ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോ
ബുർക്ക മൂസ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ. മൂസ എന്ന് എൻ്റെ പേര്. ഇവിടെ ഉപ്പളയിൽ ഒരു കട നടത്തുന്നവനാണ്, വ്രതക്കട നടത്തുന്നവനാണ്. ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കണം ബുർക്ക മൂസ എന്നാണ്, കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബുർക്ക മൂസ എന്ന് എഴുതിയിട്ടിരിക്കണേ. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ 25,000-ന്റെയും 30,000-ന്റെ ബർദയൊക്കെ ഞങ്ങളുടെ കടയിലുണ്ട് ഉസ്താദേ. ചില ഭാര്യ ഭർത്താക്കന്മാർ കടയിൽ വരും ബർദ വാങ്ങിക്കാൻ. എന്നിട്ട് ഭാര്യ എന്ത് ചെയ്യും, ഒരു 10,000-10,000-ന്റെ ഒക്കെ ബർദ എടുത്തിടും. അള്ളാഹു ആ സമയത്ത് ചില ചെറുപ്പക്കാരന്റെ നെഞ്ച് പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദേ എന്നാ സഹോദരൻ പറയുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. ഭർത്താവ് ഒരു സാധനം വാങ്ങിച്ചു തന്നാൽ അത് അപ്പോൾ തന്നെ വേണ്ടെന്ന് പറയും. സ്വാഭാവികമാണ്, മനുഷ്യരാ, ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മേടിച്ചോണ്ട് വരുന്ന സമയത്ത് തന്നെ പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും 2 കൊല്ലമായി കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ഒരു സാധനം ഭർത്താവ് വാങ്ങിച്ചു തരുമ്പോൾ അതൊരിക്കലും ആ സമയത്ത് തന്നെ പറയാൻ പാടില്ല. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വേദന ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നൊരു കാര്യം ഞാൻ പറയാം, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും സാമ്പത്തികപരമാകുന്ന ഇടപാട് ആ സമയത്ത് പറയാൻ പാടില്ല. ചില ആളുകൾ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയെടുത്തിട്ട് വരുമായിരിക്കും, കച്ചവടം മുഴുവൻ നഷ്ടത്തിലായിരിക്കും. ഒരാൾ പോലും കടയിൽ സാധനം വാങ്ങാൻ കയറിയിട്ടുണ്ടാകൂല. ഇയാൾ ഇങ്ങനെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ പറയും, അവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇവിടെ പൈസ കൊടുക്കാനുണ്ട്, അവിടെ അതടക്കണം, ഇവിടെ കാറ് EMI അടക്കണം, അതടക്കണം, പള്ളിയിൽ പിരിവ് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളറിൽ എന്തുണ്ടാകും, സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒരു അടി ചിലപ്പോൾ കരണത്ത് കിട്ടിയെന്നും വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയും, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ പറയണം. എന്നാൽ അൽഹംദുലില്ലാ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ പറഞ്ഞാൽ വല്ലാത്ത പ്രതിഫല. ഇപ്പോ അൽഹംദുലില്ലാ പറയുമ്പോൾ സൂക്ഷിക്കണം. എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഒച്ചയിൽ അൽഹംദുലില്ലാ പറയാൻ പറ്റൂല. ഇപ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഉണ്ട്. അൽഹംദുലില്ലാ മുസ്ലിയാർ എന്ന ഉസ്താദിന്റെ പേര് തന്നെ. കാരണം എന്തേ, ആ ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്ത് പറഞ്ഞാൽ ആ ഉസ്താദ് അൽഹംദുലില്ലാ പറയും. ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനൊരു വീട് വെച്ചു, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനൊരു വണ്ടി വാങ്ങിച്ചു, അൽഹംദുലില്ലാ. ഉസ്താദേ എനിക്കൊരു ജോലി കിട്ടി, അൽഹംദുലില്ലാ. ഉസ്താദേ ഞാനൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു, അൽഹംദുലില്ലാ. പള്ളിയിലെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചു, അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ. ജോലിയും പോയി, എല്ലാം പോയി, വീട്ടിലായിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാ പറയണതിന് ചെറിയൊരു മര്യാദയൊക്കെ ഉണ്ട്. ചിലതൊക്കെ മനസ്സിൽ പറയേണ്ടി വരും, ചിലതൊക്കെ പുറത്ത് പറയേണ്ടി വരും. ഞാൻ പറയണത്, എന്ത് കിട്ടിയാലും തൃപ്തിയുള്ള ഭാര്യ ആരാ, അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ എച്ചുകല്ലെന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. ഉണ്ടോ? ആർക്കും വേണ്ട ആർക്കും വേണ്ട. മക്കളെ ക്യാമറ ഒന്ന് തിരിച്ചെടുത്തോളി. ഇവർക്ക് കാണാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റുമോ? പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റുമോ? ലൈവ് അവിടെ കാണാൻ പറ്റുമോ? സ്ക്രീൻ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ തിരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒന്ന് തിരിച്ച് കാണിക്കണം. നിങ്ങൾക്ക് വേണ്ട ഭർത്താക്കന്മാരായിരിക്കും. ഞാൻ ഒരാൾ പൊക്കി, അവൻ കെട്ടിയിട്ടുണ്ടോ ഉസ്താദേ? അവൻ കെട്ടിയിട്ടുണ്ടോ? കൈവക്കാൻ മടിയാ അല്ലെ? ആരെങ്കിലും കളിയാക്കുന്നു ഒന്ന് ചോദിച്ചപ്പോ ഒന്ന് പൊക്കിയപ്പാ. ഞാൻ ചോദിക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ എച്ചുകല്ലിൽ കിട്ടിയ ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് ഒന്ന് കൈവക്കിയപ്പോ ആരില്ല? ഇത്രയും പേരുള്ളൂ, ബാക്കി ആർക്കും വേണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലാഹു അപ്പൊ എന്തോ അല്ലെ ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച ഉസ്താദ് കുടുംബജീവിതം ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ മടി കൊണ്ട് പൊക്കാത്തായിരിക്കും അല്ലെ? ഞാൻ കൈവക്കിയാല് ഓൾക്കൊരു ചിന്ത ഉണ്ടാകും, എനിക്ക് അവളെ തന്നെ മതിയെന്ന്. അപ്പൊ ഓക്ക് അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയ ദിക്ർ പറഞ്ഞു തന്നാ ചൊല്ലുവോ? ഞാനൊരു ചെറിയ ദിക്ർ പറഞ്ഞാൽ ചൊല്ലുവോ? ഇൻഷാ അല്ലാഹ്. ഈ ഒരു ദിക്ർ ആരാണ് ചെല്ലുന്നത്? അൽഹംദുലില്ലാ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങൾക്ക് ഒരുമിക്കാം. അല്ലാഹു ഈമാൻ നൽകട്ടെ. വേണ്ടേ? അല്ലാഹു സ്വീകരിക്കട്ടെ. എന്താ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹു കബൂലിക്കട്ടെ. അല്ലാഹു ഇവിടുത്തെ ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു ആദ്യമേ പൊക്കിയവൻ പെണ്ണ് കെട്ടാത്തവനാണെന്നാ തോന്നുന്നത്. അത്ര ആവേശം അതാണ്. ഇൻഷാ അല്ലാഹ് കെട്ടിക്കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ലെന്ന് ഇവിടെ പലർക്കും അറിയാം. അല്ലാഹു അല്ലെ എൻ്റെ ഉസ്താദ് എന്നോട് എപ്പോഴും പറയും, ആഷിഖേ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവനാ ഉസ്താദേ, എടാ നീ ഇപ്പം ഡേറ്റ് കൊടുക്കണത് പോലെ നിനക്ക് ഇനി കല്യാണം കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെന്താ ഉസ്താദേ? നീ കൊടുത്തു നോക്കാം, അപ്പം അറിയാൻ മോനെ എന്നാ പറഞ്ഞത്. ഇപ്പം വെള്ളിയാഴ്ച പോലും വീട്ടിൽ പോകാതെ പ്രസവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 ദിവസമായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 18 ദിവസമായി. ഇന്ന് എൻ്റെ ഉപ്പ വിളിച്ചിട്ട് വെച്ച്, എടാ ഞങ്ങളൊന്നും വേണ്ടേ, ഞങ്ങളൊന്നും വേണ്ടേ? ഞാൻ പറഞ്ഞു വരാനുള്ളൊരു സമയമില്ല, അത് കണ്ടാന്ന് പറഞ്ഞത്. അല്ല ഇപ്പൊ എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഞാനൊരു വീട്ടിൽ വാഷിംഗ് മെഷീൻ മേടിച്ചു പോയി ഉസ്താദെ. എൻ്റെ വീട്ടിൽ ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു, വീട്ടിൽ മുഴുവനും തല്ല ഉസ്താദ് എന്നൊരു സഹോദരൻ പറഞ്ഞു. ഞാൻ അതെന്താ ഉസ്താദ് അങ്ങനെ പ്രശ്നം?
എന്റെ ഉമ്മ പറയണത്, എടാ 25 കൊല്ലം നിന്റെ വസ്ത്രം അലക്കിയത് ഞാനാ. 25ാമത്തെ വയസ്സിൽ നീ പോയി പെണ്ണ് കെട്ടിയതിന്റെ പിറ്റേ ദിവസം നീ പോയി വാഷിംഗ് മെഷീൻ മേടിച്ചു. അതിന്റെ അർത്ഥം നിനക്ക് എന്നോട് സ്നേഹമില്ല, ഓളോട് നിനക്ക് സ്നേഹം ഉണ്ടെന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവന്റെ ഉഷാദെ, വാഷിംഗ് മെഷീനൊക്കെ മേടിക്കണമെങ്കിൽ കല്യാണത്തിന് മുമ്പേ വാങ്ങിച്ചോ, ഒരു 5 മാസം മുമ്പേ മേടിച്ച് വെച്ചോളാം, എന്നാലും ഉമ്മാക്കും ഗുരുത്തുണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ എച്ച് കല്ലിൽ കിട്ടിയ ഭാര്യയെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണമെങ്കിൽ ഈ പറയുന്ന ഈ ചെറിയ ദിക്ർ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവും കൂടി ചൊല്ലണം. ചൊല്ലുവോ? ഇപ്പൊ തലയെക്കാട്ടും അവിടെ പോയിരുന്നിട്ട് തെറ്റിച്ചോറും ചിലപ്പോ. കാത്തിരിക്കട്ടെ. ഇപ്പൊ പറയും ആവേശത്തിൽ കൈയൊക്കെ പൊക്കും, ഭാര്യയല്ലേ ചെവിക്കല്ലിന് അടിക്കണുണ്ട്, അല്ലെ ചെരവയ്ക്ക് അടിക്കണുണ്ട്. ഇപ്പൊ ഇരുന്നിട്ട് എന്ത് ചെയ്യും? കൈ പൊക്കും. ഉസ്താദെ ഞങ്ങൾ ചൊല്ലു ഉസ്താദെ. അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ചൊല്ലുമ്പോ ഭർത്താവ് എന്ത് ചെയ്യും? അക്ഷരം മാറ്റി ചൊല്ലും. കാരണം എന്താ? തെറ്റിപ്പോയാൽ മതിയായിരുന്നു. റബ്ബേ അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏതാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസിൽ ഭാര്യയെ വേണോ, ഭാര്യയെ വേണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഏതെന്നറിയോ? ഒരിക്കലതാ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയതാ ജോലി ചെയ്യുമ്പോ അലിയാര് തങ്ങൾ കടന്നു വരികയാ. അലിയാര് തങ്ങൾ കടന്നു വന്നിട്ട് ഫാത്തിമ ബീവിയോട് പറയുകയാ, ഫാത്തിമ നിന്റെ കൈകളുണ്ടല്ലോ പൊട്ടിയല്ലോ, ചോര വരുന്നുണ്ടല്ലോ, നീ അതാ പിതാവിനോട് ചെന്ന് ചോദിക്കുക, റസൂലുള്ളാഹിയോട് ചോദിക്കുക, ഒരടിമയെ തരുമോ, ഹിദമത്തിന് തരുമോ? ഫാത്തിമയതാ കടന്നു ചെല്ലുകയാ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിയില്ല. റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ പുറത്തേക്ക് പോയിരിക്കുകയാ. റസൂലുള്ളാഹിയുടെ ഭാര്യയാകുന്ന ആയിഷ ബീവിയോട് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ ചോദിക്കുകയാ, വാപ്പയോട് പറയുമോ, എനിക്കൊരു അടിമയെ തരുമോ, എനിക്കൊരു സഹായിയെ തരുമോ, എനിക്കൊരു ഖിദ്മത്തിന് ഒരടിമയെ തരുമോ? ഫാത്തിമയതാ കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അലിയാര് തങ്ങൾ ചോദിക്കുകയാ, ഫാത്തിമ പറഞ്ഞു, ഫാത്തിമ ബീവിയതാ അലിയാര് തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, റസൂലുള്ളാഹിയില്ല, വാപ്പയില്ല. ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ടേ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് പാതിരാത്രിയില് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മഅദല്ലോ ആയിഷ ബീവിയുണ്ടല്ലോ റസൂലുള്ളാഹിയോട് പറയുകയാ, ഫാത്തിമ വന്നല്ലോ, ഒരു കാര്യം പറഞ്ഞല്ലോ. റസൂലുള്ളാഹിയോട് ആയിഷ ബീവി പറയുകയാ, ഒരടിമയെ കൊടുക്കുമോ? ഖിദ്മത്തിന് വേണ്ടിയിട്ട്, സഹായത്തിനായിട്ട് ഒരടിമയെ കൊടുക്കുമോ? ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പാതിരാത്രിയില് അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട പൊന്നുമോളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ പടച്ചവനെ വീടിന്റെ വാതിൽ തുറക്കുകയാ. റസൂലുള്ളാഹിയതാ സലാം പറയുകയാ, ചുംബനം കൊടുക്കുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് അലിയാര് തങ്ങളെ തിരക്കുകയാ. അലിയാര് തങ്ങൾ ഉറങ്ങുകയാ. അലിയാര് തങ്ങള് ഉറക്കത്തിൽ നിന്നും എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹിയതാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ അടിമയെ വേണോ, സഹായിയെ വേണോ, ഖിദ്മത്തിന് സഹായിയെ വേണോ? ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോൾ ഫാത്തിമയതാ പറയുകയാ, തന്നു കഴിഞ്ഞാൽ ഉപകാരമാ, തന്നു കഴിഞ്ഞാൽ സന്തോഷമോ, അടുക്കളയിൽ ജോലിക്ക് ഉപകാരമാകുമല്ലോ.
ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, ഫാത്തിമയോട് പറയുകയാ, ഇല്ല ഫാത്തിമ, തരൂല ഫാത്തിമ, ആർക്ക് കൊടുത്താലും നിനക്കുണ്ടല്ലോ, തരൂല ഫാത്തിമ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നീ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യണേ, വസ്ത്രമലക്കണേ, ഭക്ഷണം വിളമ്പണേ, എല്ലാ സഹായങ്ങളും ചെയ്യണേ. എന്നാൽ സ്വർഗമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ. എന്നിട്ടതാ റസൂലുള്ള പറയുകയാ, ജീവിതത്തില് ദുനിയാവില് ലഭിച്ച ഭാര്യയുണ്ടല്ലോ, ജന്നാത്തുൽ ഫിർദൗസില് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, എല്ലാ ദിവസമുണ്ടല്ലോ കിടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ കിടക്കപ്പായിലിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസില് ഒരുമിക്കാൻ കഴിയുമെന്ന് റസൂലുള്ള പറയുകയാ. റസൂലുള്ള ഫാത്തിമയോട് പറയുകയാ, ഏതെന്നറിയോ, ഏതെന്നറിയോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ 33 തവണ കിടക്കപ്പായില് ഭാര്യയായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ ദാമ്പത്തിക ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ. അവരെയുണ്ടല്ലോ ജന്നാത്തുൽ ഫിർദൗസില് അല്ലാഹു ഒരുമിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ, നിനക്ക് നിന്റെ ഭർത്താവിനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വേണമെങ്കിൽ നീ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ 33 തവണ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലോ നോക്കട്ടെ ഉസ്താദേ, ചൊല്ലോ ചൊല്ലോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടപ്പാ ചൊല്ലൂലേ? സുബ്ഹാനല്ലാഹ്. ഏതാണ് സുബ്ഹാനല്ലാഹ്? ഏതാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന 3 ദിക്ർ ആരെങ്കിലും ഒരാൾ 33 തവണ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറഞ്ഞ് ജീവിക്കുന്നവരാരാ, അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന്. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട്, എന്തെന്നറിയോ, മക്കൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, അല്ലേ? ടെസ്റ്റ് ചെയ്തു, ഭാര്യയ്ക്ക് ഒരു 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയ്ക്കാണ് പ്രശ്നം, ഡോക്ടർ പറഞ്ഞു ഭാര്യയ്ക്കാ പ്രശ്നം, പിന്നെ ഭർത്താവിൻ ചുമ്മാ ആ പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ പറയണത്, ഒരിക്കലും കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാളെയും കൊണ്ടുവരാൻ പാടില്ല. ഒരു ഭാര്യയും ഒരു ഭർത്താവിന്റെ ഇടയിൽ മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നത്, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. അതിന് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവരെ മാറ്റി നിർത്താൻ പഠിക്കണം. വാപ്പയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം വാപ്പയ്ക്ക് കൊടുക്കണം, ഉമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഉമ്മക്ക് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണം. ചില ഉമ്മമാരുണ്ട് ഇങ്ങനെ തോണ്ടാൻ വേണ്ടി നിൽക്കണ ചില ഉമ്മമാരുണ്ട്. ഞാൻ തുറന്നു പറയാ, എന്നോട് എത്രയോ സഹോദരൻ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദേ എന്റെ വാപ്പ എന്റെ കുടുംബജീവിതം നശിപ്പിച്ചു ഉസ്താദെ. എന്നോട് പറഞ്ഞ, ഉസ്താദേ ഞങ്ങൾ 3 മാസമേ ആയിട്ടുള്ള ഉസ്താദെ ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചിട്ട് എന്റെ വാപ്പ എപ്പോഴും ചൂടാകുന്ന സ്വഭാവം ഉസ്താദെ. അങ്ങനെ എന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്ന സമയത്ത് ആ ഭക്ഷണം ചെറുതായിട്ടൊന്ന് വിളമ്പിയപ്പോ തെറ്റിപ്പോയി ഉസ്താദെ, എന്റെ ദേഹത്തേക്ക് കറി ഒന്ന് പാളിപ്പോയി ഉസ്താദെ. എന്റെ വാപ്പ എന്റെ ഭാര്യ ഒരുപാട് ചീത്ത പറഞ്ഞു ഉസ്താദെ, എനിക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല, അവൾ എന്നെ ഇട്ടിട്ട് പോയെന്നൊരു സാധുവായ ഭർത്താവ് പറയുമ്പോ ഉമ്മക്ക് കൊടുക്കേണ്ട സ്നേഹം ഉമ്മക്ക് കൊടുക്കണം, വാപ്പയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം വാപ്പയ്ക്ക് കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണം. ഞാൻ പറയാ, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ചില ഉമ്മമാര് വന്നിട്ട് പറയും, ഓൾ എന്നോട് അങ്ങനെ കാണിച്ചില്ലടാ. എന്താ പറയണേ? ഇതുള്ളതായിരിക്കും, ഓൾ എന്നോട് അങ്ങനെ കാണിച്ചില്ലടാ. എടാ, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് ഇട്ട പീസ് കുറഞ്ഞു പോയടാ.
ഓൾ അച്ചാറിട്ടപ്പോ 2 തുള്ളി എനിക്ക് ഇട്ടല്ലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പിക്കാൻ ഉണ്ടാക്കും. ആ സമയത്ത് ചില മണ്ടന്മാരാകുന്ന ചില നട്ടലില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. അത് ഭാര്യയോട് പോയി ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നവും ഇടിയും ബഹളം ഉണ്ടാക്കണ ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല, പാടില്ല. ഒരു ഉമ്മ വന്നിട്ട് നമ്മളോട് സങ്കടം പറഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അത് വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ ഒന്ന് തിരക്കിയിട്ട് എന്ത് ചെയ്യണം? ഭാര്യയോട് പറയണം. അല്ലാതെ ഉമ്മയല്ലേ, ഉമ്മ പറഞ്ഞത് കേൾക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭാര്യ എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റപ്പെടുത്താൻ പാടില്ല. നേരെ തിരിച്ചുണ്ട്. ചില ഭാര്യമാര് പറയും, ഇക്കാ നിങ്ങളുടെ ഉമ്മച്ചെന്നെ അങ്ങനെ പറഞ്ഞേക്ക, നിങ്ങളുടെ ഉമ്മച്ചെന്നെ ഇങ്ങനെ പറഞ്ഞേക്ക, നിങ്ങളുടെ ഉമ്മച്ചെന്റെ കയ്യിൽ ചൂട് തന്റെ തൂക്കാൻ പറഞ്ഞേക്ക, അതുകൊണ്ട് എനിക്കത് വല്ലാത്ത സങ്കടം എന്ന് പറയുമ്പോൾ ഉമ്മാനെ പോയി തള്ളുന്ന, ഇടിക്കുന്ന, മാന്തുന്ന ചില നട്ടലില്ലാത്ത ചില മക്കളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല, പാടില്ല. നിങ്ങളോട് പറയാം, ഇപ്പോ മക്കളില്ല, 5 കൊല്ലമായി മക്കളില്ല, കൊണ്ട് ടെസ്റ്റ് ചെയ്തവൻ പറയാ ഭാര്യയ്ക്ക് ആ പ്രശ്നം. ഇത് ഭർത്താവ് വന്നിട്ട് ഭർത്താവിന്റെ ഉമ്മയോട് പറയും. പിന്നെ ഉമ്മയുടെ വക കുറെ ഹറാസ്മെന്റ്. ഉമ്മ ഇങ്ങനെ ഓളെ കുറ്റപ്പെടുത്തുക, നീ എന്റെ മോന്റെ ജീവിതം തകർത്തില്ലേ, അതല്ലേ ഇതല്ലേ. ഞാനൊരു കാര്യം പറയാ, അള്ളയാണ് എല്ലാം തരുന്നത്, പടച്ചവനാണ് നമുക്കെല്ലാം തരുന്നത്. ഈ കൈ തന്നതല്ലയാ, സമ്പത്ത് തന്നതല്ലയാ, കുടുംബം തന്നതല്ലയാ, മക്കളെ തന്നതല്ലയാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു എല്ലാം തരുന്നവനാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കാൻ പാടില്ല. തന്ന നിഅമത്ത് എടുത്തു കളയാനും അള്ളാഹ്ക്ക് കഴിയും. തന്ന നിഅമത്ത് എടുത്തു കഴിയാനും കളയാനും അള്ളാഹ്ക്ക് കഴിയും. ഇന്ന് ബെൻസിൽ സഞ്ചരിക്കുന്നവൻ നാളെ ചിലപ്പോൾ സ്കൂട്ടിയിൽ പോകേണ്ടി വരാം. ഇന്ന് കാറിൽ സഞ്ചരിക്കുന്നവൻ നാളെ ചിലപ്പോൾ വണ്ടി ഇല്ലാതെ പോകേണ്ടി വരാം. ഇന്ന് നടന്നു പോകുന്നവൻ നാളെ ചിലപ്പോൾ വലിയ സമ്പന്നരാകാം. ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ നാളെ രാവിലെ പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരാം. അതാ അല്ല എന്ന് പറയും. തന്നതെടുക്കാനും കഴിയും, ഇല്ലാത്തവന് കൊടുക്കാനും അള്ളാഹ്ക്ക് കഴിയും. അല്ലേ? ഇപ്പൊ ഞാൻ പറയാ, എല്ലാ സഹോദരിമാരുടെ ഒരു ആഗ്രഹമാണ് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറയണത്. അല്ലേ? നിങ്ങളുടെയും എന്റെയൊക്കെ ആഗ്രഹമാണ്, കല്യാണം കഴിഞ്ഞാലുള്ള ആഗ്രഹമാണ് മക്കൾ ഉണ്ടാകുക എന്ന് പറയണത്. പിന്നെ ചില ചങ്ങാതിമാരുണ്ട് ഇതിന് ശ്രമിക്കൂല. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞു ഉസ്താദേ, എത്ര കൊല്ലായി? 1.5 കൊല്ലമായി. എത്ര കൊല്ലായി? 1.5 കൊല്ലായി. ഞാൻ ചോദിച്ചു, ഭാര്യ ഗർഭിണിയാണോ? ഉസ്താദ് ഒന്നും ആയിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്തേ? ഞങ്ങൾ ട്രൈ ചെയ്തില്ല ഉസ്താദേ. ഞങ്ങൾ ട്രൈ ചെയ്തില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു, അതെന്താ ട്രൈ ചെയ്യാത്തെ? അത് ഉസ്താദെ സാമ്പത്തിക പ്രശ്നം. എന്താണ്? സാമ്പത്തിക പ്രശ്ന. പിന്നെ 1 വയസ്സുള്ള കുട്ടി ലുലുമാളിലെ പോത്തിറച്ചിയല്ലേ കഴിക്കണേ? സാമ്പത്തിക പ്രശ്നം പറയാ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ചില ആളുകൾ അബോർഷൻ ചെയ്ത് കളയുക, അല്ലേ? ഈ അബോർഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് കരുതിയിരുന്നു, നമ്മള് ഒരു കുട്ടിയെ കൊല്ലുന്നതിന് തുല്യല്ല അബോർഷൻ ചെയ്യുക. അത് വയറ്റിൽ വെച്ചാന്നേ ഉള്ളൂ, മറ്റേത് പുറത്ത് വെച്ചാന്നേ ഉള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അല്ലേ? ഇപ്പോ ഈ കല്യാണം കഴിഞ്ഞ ചില ആളുകളുണ്ട്, ആദ്യ രാത്രി കഴിയുമ്പോൾ തന്നെ നമ്മൾ എച്ചുകല്ലിൽ ജംഗ്ഷനിൽ വന്നിരിക്കുമ്പോൾ ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, ഒറ്റ ദിവസമുള്ള കല്യാണം കഴിഞ്ഞിട്ട് വല്ല ആയോ, വിശേഷമായോ? ചില ആളുകളുടെ വിചാരം ഇത് നെസ്റ്റോയിൽ നിന്ന് ലുലുമാളി ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്ന സാധനം ഗർഭമെന്ന ചില ആളുകളുടെ വിചാരം. അല്ലാഹു ഹീമ നൽകട്ടെ. അല്ല, അള്ളാഹു കൊടുക്കണം, അള്ളാഹു തൗഫീഖ് കൊടുക്കണം, അല്ലാതെ ലഭിക്കണമെന്നില്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് എപ്പോഴും വിളിച്ചിട്ട് പറയും, ഉസ്താദേ മക്കളില്ല, ഉസ്താദേ ദുആ ചെയ്യണേ. 9 കൊല്ലം ഉസ്താദേ കല്യാണം കഴിഞ്ഞ മക്കളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ വഅദിന് പോകുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം? ഉസ്താദ് എൻ്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ. 9 കൊല്ലം അള്ളാഹ് എനിക്ക് മക്കളെ തന്നില്ല ഉസ്താദേ. 10ാമത്തെ കൊല്ലമായപ്പോൾ അള്ളാഹ് എനിക്ക് മക്കളെ തന്നു ഉസ്താദേ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, സന്തോഷമായി, വളരെ സന്തോഷമായി. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചു, എൻ്റെ ഭാര്യ പിന്നെയും ഗർഭിണിയായ? അപ്പൊ അദ്ദേഹം പറയും, ഉസ്താദെ കളിയാക്കില്ല ഉസ്താദെ, എനിക്കൊരു സന്തോഷം ഉണ്ടോ പറയാൻ. ഞാൻ ചോദിച്ചു, എന്താ? ഉസ്താദെ, എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ സ്കാനിങ് നടത്തി ഉസ്താദെ, ടെസ്റ്റ് ചെയ്തപ്പോ എൻ്റെ ഭാര്യയ്ക്ക് ഇരട്ട കുട്ടികളാണ് ഉസ്താദെ വയറ്റിലെന്ന ഡോക്ടർമാര് പറഞ്ഞത്. അതാ അള്ളാഹ് 9 കൊല്ലം അള്ളാഹ് മക്കളെ കൊടുത്തില്ല, 10ാമത്തെ കൊല്ലം അള്ളാഹ് മക്കളെ കൊടുത്തു, അതും ഡബിളാ കൊടുത്തേ. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ? ചില ആളുകൾക്ക് 1ാമത്തെ പ്രസവത്തില് പെൺകുട്ടിയാണെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ഉസ്താദെ, അതിനെ പോറ്റണ്ട ഉസ്താദെ, കെട്ടിച്ച് വരണ്ട ഉസ്താദെ. മോനെ, 1ാമത്തെ പ്രസവത്തിൽ പെണ്ണാണെങ്കിൽ ബറക്കത്തുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലിക്കട്ടെ. ഇനി ആ ആൺകുട്ടിയാണ് പ്രസവിച്ചെങ്കിൽ ചവിട്ടി കൂട്ടാനാണ് ഞാൻ പറഞ്ഞത്, അതിലും ബറക്കത്തുണ്ടെന്ന. എന്തിനും ഏതിനും ഒരു ഫളീലത്ത് എന്നുണ്ടാവും, കൂടുതലുണ്ടാവും. ഇനി മക്കളില്ലാത്തവർക്ക് ഞാൻ ദിക്റ് പറഞ്ഞു തരാം.
മക്കളില്ലാത്തവർക്ക് ഒരു ദുആ പറഞ്ഞു തരാം, പഠിച്ചോ. നിങ്ങൾ ഞാൻ തമാശ പറഞ്ഞതല്ല. അള്ളാഹു പടച്ച തമ്പുരാൻ തരുമ്പോൾ തരും, അത് മേടിച്ചോണം. കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല. ഉസ്താദെ വീട്ടിൽ 2 മുറിയേ ഉള്ളൂ ഉസ്താദെ, ഇനി ഒരു കൊച്ചു വന്നു കഴിഞ്ഞാൽ ഓൻ ഓടിക്കളിക്കാനൊന്നും സ്ഥലം ഉണ്ടാകൂല ഉസ്താദെ എന്ന് പറയുന്നൊക്കെ പൊട്ടത്തരാ. ചില ചെറുപ്പക്കാരോട് ചോദിക്കടാ, കല്യാണം കഴിയുന്നില്ലേ, കല്യാണം കഴിക്കണില്ലേ ഉസ്താദെ? വീട് വെക്കാനുണ്ട് ഉസ്താദെ, പ്രാരാബ്ദം ഉസ്താദെ, പെങ്ങളെ കെട്ടിക്കാനുണ്ട് ഉസ്താദെ, അവിടെ കടമുണ്ട് ഉസ്താദെ, ഇതുണ്ട് ഉസ്താദെ എന്നൊക്കെ പറയും. പാടില്ല. വിവാഹപ്രായമായാൽ എന്ത് ചെയ്യുക? നിക്കാഹ് ചെയ്യുക. കല്യാണപ്രായമായാൽ എന്ത് ചെയ്യുക? കല്യാണം കഴിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയണത്, നിക്കാഹ് കഴിഞ്ഞിട്ട് മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, അവരെന്ത് ദുആ ചെയ്യണ്ടേ? ഇപ്പോ നമ്മുടെ എച്ചുകരയിലെ ഒരു സഹോദരി വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോ ഒരു ഗർഭിണിയായ സഹോദരി ആ പെണ്ണിന്റെ മുമ്പിൽ കൂടെ പോയാൽ ആ പെണ്ണിന് സങ്കടം ഉണ്ടാകും. കാരണം എന്തേ? മക്കളില്ല. മക്കളില്ലാത്തപ്പോ അവരുടെ മുമ്പിലൂടെ ഒരു ഗർഭിണിയായ ഒരു സഹോദരി പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത സങ്കടവാ, വല്ലാത്ത പ്രതിസന്ധിയാ. ഒരിക്കല് ബഹുമാനപ്പെട്ട മൂസ നബിയോട് ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, മൂസ നബിയെ, എനിക്ക് മക്കളില്ല, അള്ളാഹിനോട് ദുആ ചെയ്യണം. എന്താ പറഞ്ഞേ? എനിക്ക് മക്കളില്ല, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. മൂസ നബിയുടെ പ്രത്യേകത എന്താ? അള്ളാഹുമായിട്ട് സംസാരിച്ച പ്രവാചകനാ. അള്ളാഹുമായിട്ട് സംസാരിച്ച പ്രവാചകനാ. മൂസ നബിയോട് ഒരു പെൺകുട്ടി അതാ കടന്നു വരികയാ. എന്നിട്ടതാ മൂസ നബിയോട് പറയുകയാ, മൂസ നബിയേ, എനിക്ക് മക്കളില്ല, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അള്ളാഹിനോട് സംസാരിച്ച പ്രവാചകനല്ലേ മൂസ നബി. അതാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹ് റബ്ബേ, നീ മക്കളെ കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ ഒരു അശരീരി കടന്നു വരികയാ. ആകാശലോകത്ത് നിന്ന് ഒരു അശരീരി, എന്റെ പ്രിയമുള്ളവരെ, കടന്നു വരികയാ. അശരീരി കടന്നു വന്നിട്ട് പടച്ചവനെ പറയുകയാ, ദുആ ചെയ്യല്ല, ദുആക്ക് ഇജാബത്തില്ല, ആ പെൺകുട്ടിയുണ്ടല്ലോ പ്രസവിക്കൂല, പ്രസവിക്കാൻ കഴിയൂല. മൂസ നബിയുണ്ടല്ലോ ആ പെൺകുട്ടിയോട് പറയുകയാ, ദുആ ചെയ്തിട്ട് കാര്യമില്ല, പ്രസവിക്കാനുള്ള കഴിവുണ്ടല്ലോ നിനക്കില്ല. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുകയാ. ആ പെണ്ണുണ്ടല്ലോ സങ്കടത്തോടെ കടന്നു പോകുകയാ. വർഷങ്ങൾ കഴിയുമ്പോ മൂസ നബിയുടെ ചാരത്തേക്ക്, എന്റെ പ്രിയമുള്ളവരെ, ആ പെൺകുട്ടി അതാ കടന്നു വരികയാ. കയ്യിലൊരു കുട്ടിയുമായി കടന്നു വരികയാ. മൂസ നബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ. മൂസ നബിയോട് പറയുകയാ, ഇതെന്റെ പൊന്നുമോനാ, ദുആ ചെയ്യുമോ, മന്ത്രിക്കുമോ? ആ സമയത്ത് മൂസ നബിയുണ്ടല്ലോ അത്ഭുതപ്പെടുകയാ. നീയാണ് റബ്ബേ, നീയാണ് പടച്ചവനെ എന്നോട് പറഞ്ഞു തന്നത് മക്കളെ കൊടുക്കാൻ കഴിയൂലോ, പ്രസവിക്കാൻ കഴിയൂല എന്ന് നീയാണ് പറഞ്ഞതല്ലാ. പിന്നെങ്ങനാണ് ഈ പെൺകുട്ടിയുണ്ടല്ലോ പ്രസവിച്ചതല്ലാ? അല്ലയതാ പറയുകയാ, ആ പെൺകുട്ടിയുണ്ടല്ലോ നിരന്തരമായിട്ട് ഒരു ദിക്റതാ ദുആ ചെയ്തവളാ. മൂസ നബിയുണ്ടല്ലോ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാ, ഏത് ദിക്റാ ചൊല്ലിയത്, ഏത് ദുആയാ ചൊല്ലിയത്? ആ പെണ്ണതാ പറയുകയാ, യാ റഹീം യാ അല്ലാഹ്. ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവൻ അല്ലാഹു മക്കളെ കൊടുക്കുമെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്നവരെ അൽഹംദുലില്ലാഹ് പറയുന്ന കുടുംബമാരാ. അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ സന്തോഷം തരുന്നതാ, ആനന്ദം തരുന്നതാ, ബറക്കത്ത് തരുന്നതാ. അല്ലാഹുവേ നിലനിർത്തണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. ആ പെണ്ണ് പറഞ്ഞു, മൂസ, ഞാൻ യാ റഹീം യാ അല്ലാ എന്ന് പറയുന്ന ദിക്ർ ഞാൻ എല്ലാ സമയത്തും കരഞ്ഞുകൊണ്ട് ചൊല്ലിയിട്ട് ദുആ ചെയ്തവളാ. മൂസ നബി പറഞ്ഞു, ആ ഒരു ദിക്റിന്റെ മഹത്വം കൊണ്ടാണ് നിനക്ക് അല്ലാഹു മക്കളെ കൊടുത്തതെന്ന് പറയുമ്പോ ഇവിടെ നിറഞ്ഞിരിക്കുന്നവരോട് പറയാ, മക്കളില്ലാത്തവർ ഒരിക്കലും സങ്കടപ്പെടരുത്, മക്കളില്ലാത്തവര് ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ ഏതാ? യാ റഹീം യാ അല്ലാ.
പിന്നെ അല്ല തരും, അല്ല തരാതിരിക്കും. പ്രസവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി പറയാം. ചില ആളുകൾ 2 കെട്ടുന്നവരുണ്ട്. ചില ആളുകൾ പൈസ ഉണ്ടെങ്കിൽ 2 കെട്ടിക്കോളി, വിഷയം 2 കെട്ടുന്നവരുണ്ട്, 3 കെട്ടുന്നവരുണ്ട്, 4 കെട്ടുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് എൻ്റെ വാപ്പ 7 കെട്ടി ഉസ്താദ്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ, 4 കെട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ, 2 കെട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹം കൊടുക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും കുറഞ്ഞു പോകാൻ പാടില്ല. തുല്യ സ്നേഹം എന്ത് ചെയ്യണം, ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയണം. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് മാണിക്കോ തുറൂസിന് പോയപ്പോൾ അവിടെ ഒരാളിങ്ങനെ ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കാം. ഞാൻ ചോദിച്ചു, എത്ര മക്കളാ ഉസ്താദെ? 17 മക്കളാ. 17 മക്കളാ. ഞാൻ ചോദിച്ചു, റബ്ബെ 17 മക്കളോ? ഞാൻ ചോദിച്ചു, അതെങ്ങനെയൊക്കെ 17 മക്കള്? ഉസ്താദെ ഞാൻ 3 കെട്ടി ഉസ്താദെ. നേരെ 3 കെട്ടി ഉസ്താദെ. അപ്പൊ ഞാൻ ഏകദേശം കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 17 25 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് കണക്കാ. ഞാൻ ചോദിച്ചു, ഈ 3 ഭാര്യമാര് കാണലുണ്ടോ, പരസ്പരം കാണലുണ്ടോ? അദ്ദേഹം എന്റെ എടുത്ത വായിൽ പറയാം, ഇല്ല ഉസ്താദെ. ഞാൻ ചതെന്താ 3 പേരും കണ്ട പ്രശ്നം ഉസ്താദെ. ഞാൻ ചതെന്തേ, ഒരാൾക്ക് എന്നോട് ഇഷ്ടം കൂടുതൽ, അപ്പൊ വേറെ ഒരാൾക്ക് അത് കാണുമ്പോൾ സഹിക്കൂല, അവർക്ക് ഇഷ്ടം കൂടും. അപ്പൊ 3ാമത്തെ ആൾക്ക് സഹിക്കൂല എന്ന് പറയുമ്പോൾ ഞാൻ പറയാ, സ്നേഹം കൊടുക്കുമ്പോൾ 2 കെട്ടിയവരും 3 കെട്ടിയവരെ കെട്ടാനല്ല പറയണേ. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാ, ഒരിക്കലും ഒരു ഭാര്യയെ സമ്മതിക്കൂല. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഭാര്യയും തന്റെ ഭർത്താവ് വേറെ ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നത് സഹിക്കൂല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത്, സ്നേഹം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാ, സ്വന്തം ഭാര്യമാർക്ക്, വല്ലവന്റെ ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുമ്പോഴല്ല ഞാൻ പറയണേ, സ്വന്തം ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാ, വീതിച്ചു കൊടുക്കുമ്പോൾ തുല്യമായിട്ട് കൊടുക്കാൻ കഴിയാം. ചില ആളുകൾക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണിനോട് സ്നേഹമില്ല, വീട്ടിലിരിക്കണ പൊണ്ടാട്ടിയോട് സ്നേഹമില്ല, അപ്പുറത്തെ വീട്ടിലെ താത്താനോട് ഭയങ്കര സ്നേഹമാണ്. വീട്ടിലിരിക്കണ ഭാര്യക്ക് ബർദയും ചുരിദാറൊന്നും വാങ്ങിച്ചു കൊടുക്കൂല, അപ്പുറത്തെ ലൈലാത്താക്ക് എന്താ വേണ്ടേ, അത് ഞാൻ വാങ്ങിച്ചുതരാം. എന്റെ ഭർത്താവ് അറിയൂല, കൊറിയറിൽ എത്തിച്ചേരാം എന്ന് പറയണ ചില മക്കളുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയുന്ന കുടുംബം ഏതാ, ഭാര്യ ഏതാ, അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലായോ? സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇവിടെ ഇല്ലേ ബക്കറ്റ്, ഇവിടെ ഇല്ലേ, ഇവിടെ ഉസ്താദ് മുസാഫത്ത്, അപ്പുറത്ത് ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരും. അപ്പൊ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക, നല്ലൊരു സ്വതക്ക് ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ കവർ അല്ലെ, ഇവിടെ കവർ എന്നല്ലേ പറയണേ, ഞങ്ങളുടെ നാട്ടിൽ പ്ലെയിൻ കവർ എന്ന് പറയും. അപ്പൊ ഈ കവർ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ തരും. ആ സമയത്ത് നിങ്ങൾ നാളെ ഇവിടെ ഞായറാഴ്ച അല്ലേ ഉസ്താദേ, നാളെ ഞായറാഴ്ച. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലത്ത് വയല് നടന്നു, ശനിയാഴ്ചയാണ് വയല് നടന്നത്. അപ്പൊ നാളെ സമാപന ദുആയ. ഉസ്താദ് എന്ത് ചെയ്തു, കവർ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ വരുമ്പോൾ അതിലെന്ത് ചെയ്യണം, പൈസ ഇട്ടുകൊണ്ട് വരണം. അള്ളാഹുവേ, ആ നാട്ടിലൊരു കല്യാണം നടന്നപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി താത്താമാർ അതിന് പൈസ ഇട്ടിട്ട് കൊടുത്തു. സദസ്സിൽ നിന്ന് കൊടുത്ത കവറിൽ എന്ത് ചെയ്തു, പൈസ ഇട്ടിട്ട് കല്യാണ വീട്ടിലുകൊണ്ട് കൊടുത്തു. പാടില്ല. ഇപ്പൊ നാളെ ഞായറാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടാവും, അതിൽ കൊണ്ട് കൊടുക്കാനല്ല, ഇന്ന് തരുന്ന കവറിൽ നിങ്ങളുടെ ദുആ വസിയത്തും പിന്നെ എന്ത് ചെയ്യണം, കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സമ്പത്ത് എന്ത് ചെയ്യുക, അതിലിട്ടിട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദ്മാരെ കൊണ്ട് ഏൽപ്പിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലായോ? എന്താ നിങ്ങൾ എന്നോട് എന്തൊരു സങ്കടമുള്ള പോലെ? മനസ്സിലായോ? ഒന്നേതാ നിങ്ങൾക്കിതില്ല, അതുകൊണ്ട് നിങ്ങൾ പറയാത്തെ. ആത്മാർത്ഥമായി സ്നേഹിക്കണം. സ്നേഹിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ എന്തുണ്ടാകും, ബറക്കത്തുണ്ടാകും. 2 അൽഹംദുലില്ലാഹ് പറയുന്ന കുടുംബജീവിതം ഏരാ, അവരുടെ കുടുംബജീവിതത്തിലും ബറക്കത്തുണ്ടാകും. ഒരെണ്ണം കൂടി പറഞ്ഞൂടെ? അപ്പൊ 11 മണിയാവും അല്ലെ സ്ഥലമാവൂലേ? നമ്മൾ 9 മണിക്ക് തുടങ്ങി, 11 മണിയാവുന്ന. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടി പറഞ്ഞൂടെ? ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, സെറ്റ്. വേറൊന്നുമില്ല, എന്റെ കാല് നല്ല വേദന ഉണ്ട്, കുറെ ദിവസം ദിക്കാതെ ഇറങ്ങണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.
അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മോനെ ഇതും കൂടെ മാറ്റിക്കാം, ഇൻഷാ അല്ലാഹ് തീരട്ടോ, ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റ കാര്യം കൂടെ നിങ്ങൾ ചെയ്യൂലേ? ആ കസേര എടുത്തിട്ടൊന്ന് മുമ്പോട്ട് വരുമോ? കാരണം കുറെ ദൂരത്തായിരിക്കണല്ലേ. അതല്ലപ്പാ, എല്ലാവരും നെണ്ണീച്ചപ്പാ, അതല്ലപ്പാ പറഞ്ഞ നെണ്ണീച്ചേ. എണീച്ചിട്ട് ആ കസേര എടുത്തിട്ട് ഇച്ചിരി അടുത്തോട്ട് ഇങ്ങോട്ട് പോകും. മക്കളുടെ ക്യാമറ ഒന്നും തട്ടിക്കളയിൽ പൈസ കൊടുക്കാൻ നമ്മുടെ ഇല്ല. പോരും ഞാൻ വഴി പോകാനല്ല കേട്ടോ പറഞ്ഞു, ഒന്ന് അടുത്തോട്ട് പോരപ്പാ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും കാണാല്ലേ, എല്ലാവർക്കും പേടിയാ ഉസ്താദെ, ഇനി പേര് വിളിച്ചിട്ട് ഞങ്ങൾ മാറ്റിക്കാവുന്നില്ല. പാപ്പരാണി പോരും ഇൻഷാ അല്ലാഹ്. 3 ഞാൻ പറഞ്ഞു, 1 പരസ്പരം സ്നേഹിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടിയുള്ള സ്നേഹം ആർക്ക അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും. 2 അൽഹംദുലില്ലാ പറയുന്ന കുടുംബജീവിതം ഏതാ അവരുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷം കൊടുക്കും. 3 ഇതും കൂടെ പഠിച്ചാൽ കെട്ടാനിരിക്കുന്നവരൊക്കെ കെട്ടിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. ചെയ്യൂലേ? നൗഷാദ കയറിയിരുന്നോടാ, പെണ്ണ് കിട്ടുമ്പോൾ നല്ല പെണ്ണിനെ കിട്ടും. കയറിയിരുന്നോ? ആ പുറകെ ഇരിക്കണവരൊക്കെ കയറിയിരുന്നോ? ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ, പുറത്ത് നിൽക്കണവരൊക്കെ കയറിയിരുന്നു. കാരണം ഇത് എന്റെ പെണ്ണ് നന്നാകാനോ അല്ലെങ്കിൽ ഉസ്താന്റെ പെണ്ണ് നന്നാകാനുള്ള കാര്യമല്ല, നിങ്ങളുടെ പെണ്ണുങ്ങൾ നന്നാകാനാണ്. അത് പറയുമ്പോൾ എല്ലോണം കയറിയിരിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഒന്നേതാ പരസ്പരം സ്നേഹം. രണ്ടേതാ അൽഹംദുലില്ലാ പറയുന്നവര്. മൂന്നേതാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ ആരുടെ ഒരാളുടെയെങ്കിലും കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരണോ, സന്തോഷം തരണോ, ആനന്ദം തരണോ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഏതെന്നറിയോ സഹാബാ, അള്ളാനെ പേടിയുള്ള കുടുംബമേതാ, അള്ളാനെ ഭയമുള്ള കുടുംബമേതോ, അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബമേതാ. അൽഹംദുലില്ലാഹ് കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുന്നതാ, സന്തോഷം തരുന്നതാ. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ, സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഒരു ഭാര്യ വന്നുകൊണ്ട് തന്നെ ഭർത്താവിനെ വിളിക്കുകയാ, എണ്ണീക്കണേ ഇക്കാ, നമസ്കരിക്കാൻ സമയമായേ, നിസ്കാരം തുടങ്ങാൻ സമയമായേ, എണ്ണീക്കണേ ഇക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയുണ്ടല്ലോ തന്റെ ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തില് അല്ലാഹു ബറക്കത്ത് നൽകുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, ഫാത്തിമയുടെ ചരിത്രം പറയുകയാ. ഫാത്തിമ ബീവി അതാ മരണപ്പെടാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ ഹാലിന്റെ സമയത്ത് ഫാത്തിമ ബീവി ഉണ്ടല്ലോ അലിയാർ തങ്ങളുടെ മടിയിൽ കിടക്കുകയാ. അലിയാർ തങ്ങളോട് പറയുകയാ, അലിയേ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറുണ്ടല്ലോ രാത്രി അടക്കിയാൽ മതി അലിയേ, ഞാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ ഈ ഫാത്തിമയുടെ ജനാസയുണ്ടല്ലോ പകലടക്കാൻ പാടില്ല, ജനാസയുണ്ടല്ലോ പാതിരാത്രിയിൽ അടക്കിയാൽ മതി അലിയേ. അലിയാർ തങ്ങൾ ചോദിക്കുകയാ, എന്താണ് കാരണമറിയോ? ഫാത്തിമ ബീവിയതാ അലിയാർ തങ്ങളോട് പറയുകയാ, പകൽ സമയത്തിന്റെ ജനാസ കൊണ്ടുപോയാൽ, പകൽ സമയത്തിന്റെ ജനാസയുണ്ടല്ലോ, കഫം പുടവയിൽ പൊതിഞ്ഞ ജനാസയുണ്ടല്ലോ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അന്യപുരുഷന്മാർ കാണുമല്ലോ. പാതിരാത്രിയിൽ എന്നെ അതാ കബറടക്കിയാൽ ഒരാളും കാണൂലോ,
ഒരാളും എന്റെ ശരീരം അറിയൂലോ, എന്റെ ശരീരത്തിന്റെ വർണ്ണന അറിയൂല. അതുകൊണ്ട് അലിയേ എന്റെ ജനാസയുണ്ടല്ലോ പകലടക്കാൻ പാടില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഫാത്തിമയുടെ ജീവിതമുണ്ടല്ലോ, അലിയാർ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഖദീജ ബീവിയുടെ ജീവിതമുണ്ടല്ലോ, ആയിഷ ബീവിയുടെ ജീവിതമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ഉമർ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ. അള്ളാനെ ഭയന്നുകൊണ്ട്, അള്ളാനെ പേടിച്ചുകൊണ്ട്, അള്ളാന്റെ തൃപ്തിയില്, അള്ളാന്റെ പൊരുത്തത്തില് ജീവിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, കുടുംബ ജീവിതത്തില് സന്തോഷം വേണോ, റാഹത്ത് വേണോ, അനുഗ്രഹങ്ങൾ വേണോ, അള്ളാനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവന്റെ കുടുംബ ജീവിതത്തില് അള്ളാഹു ബറക്കത്ത് നൽകുന്നതാ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തൃശ്ശൂർ ജില്ലയിൽ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവരെ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കണ്ടില്ലേ? ഒട്ടകത്തിന്റെ പുറത്താ, ഒട്ടകത്തിന്റെ പുറത്താ. കൂട്ടുകാര് കള്ളു കുടിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ റോഡിൽ കിടന്ന് തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയാ. പോലീസ് കടന്നു വരികയാ, ലാത്തി വീശുകയാ. പാടില്ല, പാടില്ല. നിറഞ്ഞിരിക്കുന്നവരെ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയുകയാ, ഈ മഹലിലുണ്ടല്ലോ അങ്ങനെ ഒരു നിക്കാഹ് കൊണ്ടുവരാൻ പാടില്ല. ഗാനമേള വെക്കുന്നവരെ, സിനിമ ഡാൻസ് വെക്കുന്നവരെ, സിനിമാ പാട്ട് പാടുന്നവരെ, നിക്കാഹിന്റെ ദിവസമുണ്ടല്ലോ തുള്ളിച്ചാടുന്ന വീട്ടുകാരെ പറയുകയാ, ബറക്കത്തില്ല, സന്തോഷമില്ല. പള്ളിയിലെ കാദിയാരന്റെ പ്രിയമുള്ളവരെ അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുമ്പോ, ഒരു വീട്ടില് നിക്കാഹ് നടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ തെമ്മാടിത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ ഉസ്താദന്മാർ അതിനെതിരെ വഅ്ള് പറയുമ്പോ, ഉസ്താദന്മാർ തെറി പറയുന്ന മഹല്ല് കമ്മിറ്റിയുള്ള കാലഘട്ടമാ. നാദാ കബൂലാക്കണ അല്ലോ. പടച്ചവരെ നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബമുണ്ടല്ലോ, ഞങ്ങൾക്ക് നീ തരണ അല്ലാ, കബൂലാക്കണ അല്ലാ, സ്വീകരിക്കണേ അല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? അവന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ എന്നെ അടക്കുന്നത് പകലാകാൻ പാടില്ല, എന്നെ അടക്കുന്നത് പകൽ സമയത്താകാൻ പാടില്ല, എന്നെ അടക്കുന്നത് പാതിരാത്രിയിലാകണമെന്ന് ഫാത്തിമ ബീവി പറഞ്ഞു. കാരണം എന്തേ? പകൽ സമയത്ത് എന്നെ അടക്കിയാൽ എന്റെ ജനാസയുടെ വടിവ്, ശരീരം, എന്റെ മാറും എന്റെ വയറുമെല്ലാം നാട്ടിലുള്ള മറ്റാടുകൾ കാണുമലിയേ, അതെനിക്ക് സഹിക്കൂല എന്ന് ഫാത്തിമ ബീവി പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരാരാ? അവന്റെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്ന. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ മഹലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ മഹലിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കല്യാണ ദിവസം വീടുകളിൽ സിനിമാ പാട്ടിട്ട് തുള്ളണ ചില ചെറുപ്പക്കാരുണ്ട്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഹനീയമാകുന്ന കർമ്മമാണ് നിക്കാഹ് എന്ന് പറയണേ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആരംഭമാണ് നിക്കാഹ് എന്ന് പറയണേ, അല്ലേ? നിക്കാഹ് ഒരു പുതുതായിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അന്ന് വരെ തെമ്മാടിയായിട്ട് നടന്നവര് ഒക്കെ ഒരു പെണ്ണ് വന്നാൽ നന്നാകുമെന്ന് പറയാറുണ്ട്. ഞാൻ സ്നേഹത്തിൽ പറയാ, ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസം ചില ചെറുപ്പക്കാര് വീട്ടില് ഗാനമേളയും അതും ഇതും ഒക്കെ ഇട്ടിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട്. ചില പള്ളിയിലൊക്കെ ഖത്തീബ് ഉസ്താദന്മാരത് കർശനമായിട്ട് പറയും. പക്ഷേ ചില പള്ളിയിലൊക്കെ ഉസ്താദന്മാര് പറഞ്ഞ പ്രസിഡന്റ് ഉസ്താദിന്റെ ജോലി തെറിപ്പിക്കണ കാലഘട്ടം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പോട്ട ജോലിയാണെങ്കിൽ പോട്ടെന്ന് തന്നെ വെക്കണം. അങ്ങനെ പോകുന്ന ജോലിയാണെങ്കിൽ, ഹക്കു പറഞ്ഞതിന്റെ പേരിൽ ജോലി പോവുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പോവുക എന്ന് തന്നെ വെക്കണം. കാരണം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പള്ളി പരിപാലകരും ഉസ്താദന്മാരൊക്കെ അങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്ന കാലഘട്ടമാണ്. അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെ, പള്ളിയിൽ അനാചാരം നടക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഈ മാലിക് ദിനാർ പള്ളിയിൽ അവിടുത്തെ ഉസ്താദ് അൽഹംദുലില്ലാഹ് മജീദ് വൈസി ഉസ്താദ്, എനിക്ക് വല്ലാത്ത ഇഷ്ടം ഉസ്താദോട്, വേറെ ഒന്നല്ല. ഉസ്താദ് അവിടെ ഒരു നിലപാടെടുത്തിട്ട് എന്താ എടുത്തിരിക്കണേ? ഈ മഹലിന്റെ കീഴിൽ ഒരു വീട്ടിൽ പോലും നിക്കാഹിന്റെ ദിവസം ഗാനമേള നടത്താൻ പറ്റൂല. നടത്തിയാൽ പള്ളിയിൽ നിന്ന് പുറത്താ, മഹലിൽ നിന്ന് പുറത്താ.
അല്ലെ? അതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയും നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. ലൈവിലൂടെ വാഴ കേൾക്കണവരുണ്ട്, പള്ളിയിലെ പരിപാലകരുണ്ട്. ഞാൻ സ്നേഹത്തോടുകൂടി പറയാ, ലൈവ് കേൾക്കുന്നവരുണ്ടെങ്കിൽ പറയാ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിക്കാഹിന്റെ ദിവസം ഇപ്പൊ നമ്മള് ഉസ്താദുമാരെന്ത് ചെയ്യും? തലേ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോകൂലേ ഉസ്താദെ? പോകും. നമ്മളവിടെ ചെന്ന് ചിക്കൻ കാലൊക്കെ കഴിച്ച് വരും. ആ സമയത്ത് നല്ല പാട്ട്, കരളാണ് ഫാത്തിമ, തേനാണ് ഫാത്തിമ, മറ്റേതാണ് ഫാത്തിമ, അതാണ് ഫാത്തിമ, ഇതാണ് ഫാത്തിമ. അതെല്ലാം കഴിഞ്ഞ് ഉസ്താദ് പ്ലേറ്റ് ഒക്കെ വടിച്ച് ഉസ്താദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നാളെ നടക്കാൻ പോണ നിക്കാഹിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആമീൻ. അല്ലാഹു നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ആമീൻ. നല്ല മക്കളെ കൊടുക്കണേ അല്ലാ, ആമീൻ. ഇതൊക്കെ പറഞ്ഞ് ഉസ്താദ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഡേലാമോ ആ പാട്ട്, ഡാഡി മമ്മി വീട്ടിലില്ല, പാട്ടിന്റെ ട്യൂൺ അങ്ങ് മാറാൻ തുടങ്ങും. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉസ്താദ് പള്ളിയിൽ വന്നിട്ട് അതിനെതിരെ എങ്ങാനും പ്രസംഗിച്ച റോഡിൽ വന്നിട്ട് ചില ചങ്ങാതിമാര് ഓനാരാ പറയാ, ഞങ്ങളുടെ ശമ്പളം മേടിക്കണ ചങ്ങാതി ഓനാരാ ഞങ്ങളെ പറ്റി പറയാൻ എന്ന് പറയുന്ന ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഇതുപോലൊരു ഞങ്ങളുടെ മഹലില് ഒരു പള്ളിയിൽ ഒരു ചങ്ങാതി എന്ത് ചെയ്തു സിനിമാ പാട്ടിട്ടു. നിക്കാഹിന്റെ തലേ ദിവസം സിനിമാ പാട്ടിട്ടിട്ട് ഭയങ്കര ഗാനമേള വെച്ചു. അങ്ങനെ ഞാനതറിഞ്ഞു. ഞാൻ വെള്ളിയാഴ്ച എന്ത് ചെയ്തു? പ്രസംഗിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഈ വീട്ടുകാർക്ക് മാത്രം എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ഒരു റോഡിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ, അയാൾ വല്ലപ്പോഴല്ലേ പള്ളിയിൽ പറഞ്ഞേ, അയാൾക്ക് എന്തും പറയാമല്ലോ, അതാണ് ഇതാണെന്ന് എന്ത് ചെയ്തു? റോഡിൽ നിന്നിട്ട് പറഞ്ഞു. പിറ്റേ വെള്ളിയാഴ്ച പിന്നെയും പറഞ്ഞു, ഇവരുടെ കാര്യം തന്നെ പറഞ്ഞു. അവസാനം മഹലിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ വന്നു. കാരണം എന്തേ? തെറ്റ് ചെയ്താൽ അംഗീകരിക്കണില്ല, അല്ലേ? തെറ്റ് ചെയ്താൽ അംഗീകരിക്കണില്ല. ഇപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ വല്ലാതെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധന ചന്ദനക്കുടം. എന്താ ചന്ദനക്കുടം? കുറെ ആനയും കുറെ നിലവിളക്കും ഇതൊക്കെ വെച്ചിട്ട് മതസൗഹാർദ്ദമൊക്കെ വേണപ്പ, അല്ലേ? മതസൗഹാർദ്ദം എപ്പോഴും വേണം. നമ്മളൊരു ഹൈന്ദവ സഹോദരനെ കണ്ടാൽ, ഒരു ക്രൈസ്തവ സഹോദരനെ കണ്ടാൽ അവരെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കണം. എനിക്കുണ്ട് ഒരുപാട് സ്കൂളിൽ പഠിച്ച ഹൈന്ദവ കൂട്ടുകാരുണ്ട്, ക്രൈസ്തവ കൂട്ടുകാരുണ്ട്. പക്ഷേ നമ്മുടെ ആദർശം ചെയ്യാൻ പാടില്ലപ്പ, ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പൊ ചില സ്ഥലത്തേക്ക് ഇപ്പൊ ഇന്ന് കണ്ടൊരു സംഭവമാണ്. ഞാനിപ്പോ അതെങ്ങനെ വാട്സപ്പിൽ നോക്കിയത്. കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലം, മുസ്ലിം ജമാഅത്തിൽ അവിടുത്തെ പ്രസിഡന്റ് ചന്ദൻ, ഞാൻ ധൈര്യത്തിൽ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ പുതൂർപ്പള്ളിയിൽ ചന്ദനക്കുടത്തിനെതിരെ പറഞ്ഞതിന് എന്നെ അവിടെ നിന്ന് കുറെ കമ്മിറ്റിക്കാർ വിളിച്ച് എൻ്റെ വാപ്പാക്കൊക്കെ വിളിച്ചു. അത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, ഇത് പുത്തരിയ. ഇപ്പൊ കൊല്ലം ജില്ലയിൽ കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയിൽ ചന്ദനക്കുടം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രസിഡന്റ് എന്ത് ചെയ്തു? ഒപ്പിട്ട് കൊടുത്തു. ഒരു നാണമില്ലാത്ത ചങ്ങാതി ഒപ്പിട്ട് കൊടുത്തു. അവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദാകുന്ന അബ്ദുൽ നാഫി മൗലവി അൽ കാസിമി എന്ന് പറയുന്നൊരു പണ്ഡിതൻ അതിൽ പ്രതിഷേധിച്ചിട്ട് എന്ത് ചെയ്തു? രാജിവെച്ചു. എനിക്ക് പറ്റൂല ഇവിടെ ജോലി ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. അതാ നിലപാട്, അതാണ് ഇസ്സത്ത്. ഞാൻ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന ഖത്തീബാണ്. ഞാൻ പറയുന്നത് കേൾക്കാതെ ദീൻ അനുസരിക്കാതെ ജീവിച്ചാൽ അതേത് പ്രസിഡന്റ് ആണെങ്കിലും ഏത് സെക്യൂരിറ്റി ആണെങ്കിലും എനിക്കിവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതാ ഈമാൻ, കരുത്തെന്ന് പറയണേ, അല്ലേ? പിന്നെ ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, ഉസ്താദന്മാരെന്ന് പറയണേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഉസ്താദ് കരഞ്ഞിട്ട് പറയും, ഉസ്താദെ ഞങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റി വന്നിട്ട് പറഞ്ഞു എന്നോട് ബാത്റൂം കഴുകാനെന്ന്. എന്താ പറഞ്ഞേ? ബാത്റൂം കഴുകാനെന്ന്. ഉസ്താദെ ഞാൻ പള്ളിയിൽ അസിസ്റ്റന്റ് ഖത്തീബ. ഉസ്താദെ എന്നോട് ഞങ്ങളുടെ പള്ളിയുടെ കമ്മിറ്റിക്കാർ വന്നിട്ട് പറയാ ബാത്റൂം കഴുകാനെന്ന്. ഉസ്താദെ ഞാൻ തിരിച്ചു പറഞ്ഞു, ഞാൻ ഇൽമു പഠിച്ചത് ബാത്റൂം കഴുകാനല്ല. അപ്പൊ ചങ്ങാതിമാര് പറയാ, പള്ളിയല്ലേ ആർക്കും ചെയ്യാമെന്ന്, പള്ളിയല്ലേ ആർക്കും ചെയ്യാമെന്ന്. സ്വാഭാവികമാണ്, അവര് പറഞ്ഞത് ശരിയാ, പള്ളിയാ ആർക്കും ചെയ്യാം. പക്ഷേ പള്ളിക്കകത്ത് നജസ് കിടക്കുമ്പോ അതെടുത്തു കളയാൻ ആർക്കും കഴിയും. പള്ളിക്കകത്ത് ഒരു വേസ്റ്റ് കിടക്കുമ്പോൾ, ഒരു പള്ളിക്കാട്ടം കിടക്കുമ്പോൾ അതെടുത്തു കൊടുക്കാൻ ആർക്കും കഴിയും. പക്ഷേ ദർസിൽ പഠിക്കുന്ന മുഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ ഉസ്താദന്മാരെ കൊണ്ട് ശമ്പളം കൊടുത്തിട്ട്, ഉസ്താദെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ ഉസ്താദെ, ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞു പോലും അനങ്ങൂല ഉസ്താദ് എന്ന് പറയണ തെമ്മാടികളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള അനാചാരങ്ങൾ നമ്മുടെ മഹലിലൊക്കെ നടക്കുമെങ്കിൽ നമ്മൾ ശക്തമായി പ്രതികരിക്കാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ നിങ്ങളൊക്കെ കെട്ടാനിരിക്കുന്നവരാ, അല്ലെ? അത് നിങ്ങളോടൊക്കെ പറയാ, ഈ നിക്കാഹിന്റെ ദിവസം ഒരിക്കലും അങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ ഒന്നും കാണിക്കാൻ പാടില്ല. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ കാണിച്ച ഒട്ടകത്തിന്റെ പുറത്തിൽ, പണ്ട് ശവപ്പെട്ടി ട്രെൻഡ് കഴിഞ്ഞു, കാസർഗോഡ് കഴിഞ്ഞു, ടിപ്പർ ലോറിയിൽ വരുന്നത് കഴിഞ്ഞു, JCBയിൽ വരുന്നത് കഴിഞ്ഞു. ഇപ്പൊ നാലാമതായിട്ട് തൃശ്ശൂർ ഒരു ചെറുപ്പക്കാരൻ വന്നു ഒട്ടകത്തിന്റെ പുറത്ത് കല്യാണം കഴിക്കാൻ വന്നു. ഒട്ടകത്തിന്റെ പുറത്ത് വന്നത് കണ്ടല്ല, വന്നത് തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട. കൂട്ടുകാര് സ്പ്രേയും മറ്റുമൊക്കെ അടിച്ച്, കുറെ മറ്റു സ്പ്രേയും പത വരുന്ന സ്പ്രേ ഒക്കെ അടിച്ച് നാട്ടിൽ മൊത്തവും എയർപോർട്ട് റോഡിൽ മൊത്തം ബ്ലോക്ക് ഉണ്ടാക്കി. അവസാനം പോലീസ് വന്ന് ലാത്തി
വീശേണ്ട ഒരു ഗതികേട്. അള്ളാഹു കാത്തിരിക്കട്ടെ. എഴുതി വെച്ചോ, ആ നിക്കാഹിൽ ബറക്കത്തുണ്ടാകൂല, ആ നിക്കാഹിൽ ബറക്കത്തുണ്ടാകൂല. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയാം, അള്ളാനെ പേടിയുള്ള ഭാര്യ ഭർത്താക്കന്മാരാരാ അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ഈ ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കേണ്ട ചരിത്രമാണ്. ഉസ്മാൻ തങ്ങളും ഭാര്യയും ഷഹീദായി പോയവരായി. കാരണം എന്തേ? അള്ളാനെ പേടിച്ചു ജീവിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ആര് ചെയ്തുള്ളൂ? ഉസ്മാൻ തങ്ങളും ഭാര്യയും ജീവിച്ചുള്ളൂ. ആരാ ഉസ്മാൻ തങ്ങൾ? ഉസ്മാൻ തങ്ങള് ഒരിക്കലൊരു പള്ളിക്കാടിന്റെ ചാരത്ത് കൂടി നടന്നുപോയി. പള്ളിക്കാടിന്റെ ചാരത്ത് കൂടി നടന്നു പോകുമ്പോ ഉസ്മാൻ തങ്ങൾ വല്ലാതെ കരഞ്ഞു. ഉസ്മാൻ തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്മാനെ എന്തിനാ കരയുന്നേ? എന്തിനാ ഉസ്മാനെ കരയുന്നേ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ ഖബറിന്റെ അകത്ത് ഞാൻ വന്ന് കിടക്കേണ്ടതല്ലേ? ഈ ഖബറിന്റെ അകത്ത് ഞാൻ വന്ന് കിടക്കേണ്ടതല്ലേ? ഈ ഖബറിന്റെ അകത്ത് ഞാൻ വന്ന് കിടന്നു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരൻ എന്റെ കൂടെ ഉണ്ടാകൂല, എന്റെ കൂടെ പിറപ്പിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകൂല, എന്റെ അയൽവാസികൾ എന്റെ കൂടെ ഉണ്ടാകൂല. ഈ ഖബറിന്റെ അകത്ത് ഞാൻ ഒറ്റക്കല്ലേ എന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, ഈ മജ്ലിസ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥി ആരാ? അല്ലേ? ഇപ്പൊ എന്നെ ഈ വഅദിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ ഞാനൊരു ദിവസം എന്നെ ഇവിടെ വഅദിനൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഒരു ദിവസം ഇങ്ങനെ കയറി വന്നിട്ട് പറയാം, മൈക്ക് സെറ്റൊക്കെ ഞാൻ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു വാളിന് വെട്ടും. മിമ്പറിൽ ഇരുന്ന് ഉസ്താദ് ഖുതുബ വന്ന വാളിനെടുത്ത് തന്നെ ചിലപ്പം വെട്ടും. കാരണം എന്നെ ക്ഷണിച്ചിട്ടില്ല. പക്ഷെ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു. ഇപ്പൊ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഒരുപാട് പേരോട് ഭക്ഷണം കഴിക്കാനുണ്ട്, ഉസ്താദന്മാരുണ്ട്. ഉസ്താദന്മാരെ ക്ഷണിച്ചത് കൊണ്ടാണ് ഉസ്താദന്മാർ എന്ത് ചെയ്തേ? അവിടെ വന്ന് ഭക്ഷണം കഴിച്ച്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയുണ്ട്. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ? വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരുന്ന രൂപം എങ്ങനാ? എച്ചുകല്ലെന്ന് പറയുന്ന മംഗലാപുരത്തിന്റെ പ്രദേശത്തേക്ക് അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്നതെങ്ങനാ? നമസ്കരിച്ചവരാണോ? നോമ്പ് പിടിച്ചവരാണോ? സകാത്ത് കൊടുത്തവരാണോ? നന്മകൾ ചെയ്തവരാണോ? ഹജ്ജുകൾ ചെയ്തവരാണോ? ഉംറകൾ ചെയ്തവരാണോ? സദഖകൾ കൊടുത്തവരാണോ? പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണോ? വഅദ് കേട്ടവരാണോ? അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരാണോ? എന്നാൽ അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ. സുഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീൽ നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരികയാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട്, തിന്മ ചെയ്തുകൊണ്ട് മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഓടിയവരാണോ? നടന്നവരാണോ? എഴഞ്ഞവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് ദുർഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്റായീലിന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ. അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, അസ്റായീലിനോട് പറയുകയാ, താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, വെറുതെ വിടുമോ? ആഫിയത്ത് തരുമോ? ദീർഘായുസ് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീൽ പറയുമ്പോ, അനുഭവിക്കടാ, വേദനിക്കടാ, തിന്മകൾ ചെയ്തവനല്ലടാ എന്നതാ പറയുകയാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇത് അവസാനത്തെ ചരിത്രമോ? അവസാനത്തെ ചരിത്രമോ? വിഷയം എന്റെ പ്രിയമുള്ളവരെ അവസാനിക്കാൻ പോകുകയാ. ഉസ്മാൻ തങ്ങളതാ ഖബറിന്റെ ചാര നിന്നുകൊണ്ട് കരയുകയാ. ഖബറം നോക്കിയിട്ടാൽ തൽക്ഷണം
കെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ. റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം മംഗലാപുരത്തുകാരാ, അറിയാതെ കരയണം മംഗലാപുരത്തെ പെങ്ങളെ. എന്തെന്നറിയോ? പാമ്പുള്ള ഖബറോണ് അല്ലോ, പുഴുക്കളുള്ള ഖബറോണ് അല്ലോ, ഞെരുക്കമുള്ള ഖബറോണ് അല്ലോ, ഇടുക്കമുള്ള ഖബറോണ് അല്ലോ. വാരിയല്ലുകൾ പോലും ഉണ്ടല്ലോ പടച്ചവരെ, ഒടിച്ചു കളയുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂലതാ പറയുമ്പോ ആ ഖബറിലേക്ക് ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഞാനുണ്ടല്ലോ കിടന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാ തനിച്ചാ. ഉസ്മാൻ തങ്ങൾ ഖലീഫയാവുകയാ, ഉസ്മാൻ തങ്ങൾ രാജാവാവുകയാ. ഉസ്മാൻ തങ്ങൾ പടച്ചവനെ ഖലീഫയായപ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലോ ശത്രുക്കളുണ്ടല്ലോ കടന്നു വരികയാ. ഊരിപ്പിടിച്ച കടാരയെടുത്തുകൊണ്ട് കടന്നു വരികയാ, ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാ, തീപന്തമായി കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വീടിന്റെ വാതിലുണ്ടല്ലോ അടക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതോ പടച്ചവനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലോ സാധുവാണ്, പാവമാണ്, രക്ഷിക്കണേ അല്ലാ. ഉസ്മാൻ തങ്ങൾ പതറുന്നില്ല, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ല. ഉസ്മാൻ തങ്ങൾ പടച്ചവനെ സുന്നത്ത് നോമ്പ് നോറ്റുകയാ, പടച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ. മഗ്രിബിന്റെ സമയമാവുകയാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ. നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലോ, വെള്ളമില്ലോ, പഴങ്ങളില്ലോ. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ. പടച്ചവരെ, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലോ, നോമ്പ് തുറക്കാൻ പഴങ്ങളില്ലോ. മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ. പടച്ചവനെ, നോമ്പ് തുറക്കുമ്പോ ഭക്ഷണമില്ലോ, വെള്ളമില്ലോ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാ. അല്ലാ റബ്ബേ, സാധുക്കളാണ് പടച്ചവനെ, എന്റെ ഭർത്താവുണ്ടല്ലോ ഖലീഫയാണ് അല്ലാ, ഭക്ഷണം കൊടുക്കണേ അല്ലോ. ഉസ്മാൻ തങ്ങൾ കരഞ്ഞില്ല. ഉസ്മാൻ തങ്ങൾ ഖുർആനിന്റെ പ്രിയമുള്ളവരെ കൈകളിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ ഓതുകയാ, പാരായണമുണ്ടല്ലോ ചെയ്യുകയാ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദമുണ്ടല്ലോ മനോഹരമാകുന്ന ശബ്ദമാ. ഉസ്മാൻ തങ്ങളുടെ ശൈലിയുണ്ടല്ലോ മനോഹരമാകുന്ന ശൈലിയാ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ ഭാര്യതാ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഖുർആനോത്തുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യതോ കേൾക്കുകയാ. ഉസ്മാൻ തങ്ങൾ ഓതുന്ന ഖുർആനിന്റെ ശബ്ദം അല്ലാഹുവേ വീടിന്റെ പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോ ശത്രുക്കളുണ്ടല്ലോ അത്ഭുതപ്പെടുകയാ. ഉസ്മാൻ വീടിന്റെ അകത്തുണ്ടല്ലോ, ഉസ്മാന് ഭയമില്ലല്ലോ, ഉസ്മാന് തളർച്ചയില്ലല്ലോ, ഉസ്മാനെ കൊല്ലണമല്ലോ. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ വാതിലതാ പൊളിക്കുകയാ. എന്നിട്ടതാ ഊരിപ്പിടിച്ച കടാരയെടുക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ശത്രുക്കളുടെ കടാരയിലേക്ക് പിടിക്കുകയാ. കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, തകർക്കാൻ പാടില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളുണ്ടല്ലോ അറുക്കുകയാ. ഇതൊന്നും അറിയാതെ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാ. ഇതൊന്നും അറിയാതെ ഭാര്യയുടെ ശബ്ദം പോലും കേൾക്കാതെ ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് ഊരിപ്പിടിച്ച കടാരയെടുത്തിട്ട് ആന വെട്ടുകയാ, നെഞ്ചിലേക്ക് വെട്ടുകയാ, വയറ്റിലേക്ക് കൊത്തുകയാ, കൈകളിലേക്ക് വെട്ടുകയാ, കഴുത്തിലേക്ക് വെട്ടുകയാ. കയ്യിൽ
ഇരിക്കുന്ന ഖുർആനുണ്ടല്ലോ, ഉസ്മാൻ തങ്ങള് ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാ. പടച്ചവനെ, ചോരയുണ്ടല്ലോ ഖുർആനിലേക്ക് എന്നെ പ്രിയമുള്ളവരെ പറ്റുകയാ. ഒരു പർവ്വതം ഇങ്ങനെ തകരുന്നതുപോലെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പടച്ചവരെ താഴത്തേക്ക് വീഴുകയാ. എന്നിട്ടതാ പുഞ്ചിരിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹീദായെന്ന് ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, അതാണ് ഭർത്താവ്, അതാണ് ഭാര്യ, അതാണ് കുടുംബജീവിതം. മോനെ, ദീനിനു വേണ്ടി പൊരുതിയവരാ അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയോ, ദീനിനു വേണ്ടി പൊരുതിയവരാ ഉസ്മാൻ തങ്ങളും ഭാര്യയുമെന്ന് പറയുമ്പോ, മോനെ, ഭാര്യ ഭർത്താക്കന്മാരായാൽ അള്ളാനെ പേടി വേണ്ടതാ, അള്ളാനെ ഭയം വേണ്ടതാ. അങ്ങനെ ജീവിച്ചാൽ അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അള്ളാഹു പടച്ച തമ്പുരാൻ സന്തോഷമുണ്ടല്ലോ തരുന്നതാ, ആനന്ദമുണ്ടല്ലോ തരുന്നതാ, ബറക്കത്തുണ്ടല്ലോ തരുന്നതാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയും ഷഹീദായി വിട പറഞ്ഞു പോയി. കാരണം എന്തേ? ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയത് കൊണ്ട്. അതാ കുടുംബ ജീവിതം എന്ന് പറയണേ. ഞാൻ ഷഹീദാകാൻ പറയണില്ല, ഞാൻ പോയി ആരെയും കുത്തുകിട്ടാൻ പറയണില്ല, ആരെയും പോയി ഉപദ്രവിക്കാൻ പറയണില്ല. ഞാൻ നിങ്ങളോട് പറയാ, ഇസ്ലാം പറഞ്ഞതനുസരിച്ച് കുടുംബ ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഞാൻ പറയാ, ഞാൻ ചോദിക്കട്ടെ, 5 കൊല്ലമായി കല്യാണം കഴിഞ്ഞവരുണ്ടാവും, 3 കൊല്ലമായി കല്യാണം കഴിഞ്ഞവരുണ്ടാവും, 60 കൊല്ലമായി കല്യാണം കഴിഞ്ഞവരുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിസ്കരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. ആരെങ്കിലുണ്ടോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. ആരില്ല? കൊറോണ ടൈം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ജമാഅത്തായിട്ട് നിസ്കരിച്ചവർ ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. 1 2 3 4 5 6 7 8 9. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കുറച്ച് പേരൊന്നും പൊക്കിയിട്ടില്ല. ആണുങ്ങളല്ല കൊറോണ സമയത്തും ഇപ്പോഴല്ലോ കൊറോണ സമയത്ത് പള്ളിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേസാവും. പള്ളി സെക്രട്ടറി അകത്ത് വേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, ഞാൻ പറയാ, മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു വക്കത്തെങ്കിലും ജമാഅത്തായിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ കഴിയണം. കോവിഡ് കഴിഞ്ഞു, ഇനി കോവിഡ് വരൂല, വരാം, അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം? ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യൂലേ? ഉറപ്പാണോ? ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഒന്നേതാ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ ആദ്യമായി ചെയ്യേണ്ടതാരാ? പരസ്പരം എന്ത് ചെയ്യണം? ഇടിവെക്കണമെന്ന്, പാത്രത്തിന് എറിയണമെന്ന് അല്ല, കത്തിക്കുത്ത് നടത്തണമെന്ന് അല്ല. ഒന്നാമത് എന്ത് ചെയ്യണ്ടേ? പരസ്പരം കാപട്യമില്ലാത്ത സ്നേഹം. 2, റസൂലുള്ള പറഞ്ഞു, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയുന്ന ഭാര്യ ആയിരിക്കണം. അല്ലേ? അത് മനസ്സറിഞ്ഞു പറയണേ. ഇനി ഉസ്താദ് പറഞ്ഞല്ലേ, ഇനി നാളെ എന്റെ മച്ച ഒന്നോ ഇനി എന്തെങ്കിലും മേടിച്ചോണ്ട് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞില്ലേ, അതല്ലപ്പ പറഞ്ഞേ. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയുന്നത് ആരാ? അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. 3 ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാനെ പേടിയുള്ള കുടുംബമേതാ അവരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇവിടെ ഇരുന്നവരെല്ലാവരും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 9 മണിക്ക് തുടങ്ങി 11 മണിയായി അല്ലേ? തീർന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? നിങ്ങൾക്ക് എന്താ ഇതിനു ഭേദം ഖബറിനെ പറ്റി പറയണേ? ചെയ്യൂലേ? ഉസ്താദെ, ഖബറൊന്നും ഒന്നുമില്ല ഉസ്താദെ, ഭാര്യയുടെ മുമ്പിൽ, അതല്ലേ പറയണേ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ തേങ്ങയൊക്കെ ലേലം വിളിക്കാനേ നാളെ വിളിച്ചു തുടങ്ങി. ഇപ്പൊ സമയം പോയില്ലേ? നാളെ ലാസ്റ്റ് ദിവസമല്ലേ? ഇൻഷാ അല്ലാഹ് തേങ്ങ, ഓറഞ്ചൊക്കെ, മാങ്ങയൊക്കെ നാളെ വിളിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തന്നവർക്കെല്ലാം ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് താമസിച്ച് ഞാൻ തന്നെ കാരണം 8:30 ഒരു തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വരുന്ന ഒരു സ്ഥാപനത്തിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് താമസിച്ച്. ബക്കറ്റ് ഉസ്താദ് ദുആ ചെയ്തിട്ട് എടുക്കാം. ഒരു വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദുആ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആരും പോകരുത്. എന്ത് ചെയ്യുക? വന്നൊന്ന് കൈയൊക്കെ പിടിച്ച് ഒന്ന് മുസാഫത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പോവാ. അപ്പോൾ ഉസ്താദ്, ഞങ്ങളുടെ പൈസ ഇല്ല ഉസ്താദെ. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പൈസ ഇല്ല ഉസ്താദെ. ഒരു ദിക്ർ പറഞ്ഞാൽ ചൊല്ലോ, പൈസ കിട്ടാൻ ചെല്ലോ. ഒരു 5 മിനിറ്റ് കൂടെ പറഞ്ഞൂടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കത്ത് തന്ന ഒരാളുണ്ടായിരുന്നു, പോയോ? ഉണ്ടോ? പറഞ്ഞൂടാ? 5 മിനിറ്റ് കൂടെ പറഞ്ഞൂടാ പ്രസിഡന്റ്? പ്രസിഡന്റിനെ ചിരി നോക്കിയേ, അല്ലാഹു നിലനിർത്തട്ടെ. 11:30 ചിരി പോകും. അപ്പൊ അതിന് മുമ്പ് പോകണം ഇൻഷാ അല്ലാഹ്. ഏതാ? തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. തഴവ ഉസ്താദ് സ്വന്തം ഭാര്യ, നിങ്ങൾ തഴവ ഉസ്താദ് കേട്ടിക്കണോ?
തഴവ ഉസ്താദ് സ്വന്തം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി. ഈ കത്തിൽ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് തരണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതിനോടൊപ്പം തഴവ ഉസ്താദ് പറഞ്ഞു, രോഗങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ രണ്ടും കൂടി പറഞ്ഞു. 2 മിനിറ്റ് ചെയ്യൂലേ? അതെങ്കിലും ചെയ്തൂടെ? അല്ലോ ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ചൊല്ലലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, ഒരു മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴുക്കയാക്കിയതാ. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ചൊല്ല് ലാ ഹൗല. ഏതാണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കും. ജീവിതം എന്തുണ്ടാവും? റാഹത്തായിരിക്കും. അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുന്നത് തന്നെ കൃത്യമായി നിത്യമായി ചെല്ലണം. ഒരു ദിവസം 313 ചൊല്ലിയാൽ പിറ്റേ ദിവസവും 313 ചെല്ലണം. അത്